Gopika, good morning. Lennis, good morning. Aishwarya. All questions on answer We'll start now. Let all of them join. Questions കിട്ടിയില്ലേ? Ecology and environment എല്ലാവർക്കും കിട്ടിയില്ലേ? Okay, ഒന്ന് ആൻസർ ചെയ്ത് തുടങ്ങിക്കോളൂ. We'll start now. നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? Yes. Okay. നമ്മൾ ecology and environment, right? Ecology and environment ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. So name of the chapter, ആ full unit ആണ് കേട്ടോ. Ecology and environment. നിങ്ങളുടെ 12th സ്റ്റാൻഡേർഡിലെ ലാസ്റ്റ് യൂണിറ്റ് ആണ്, 10th യൂണിറ്റ് ആണ് ഇക്കോളജി ആൻഡ് എൻവയൺമെന്റ്. അതിൽ നിങ്ങൾക്ക് 4 ചാപ്റ്റേഴ്സ് ഉണ്ട് അല്ലെ? ഒന്ന് ഓർഗാനിസംസ് ആൻഡ് പോപ്പുലേഷൻ, അടുത്തത് ഇക്കോസിസ്റ്റം, മൂന്നാമത്തത് ബയോഡൈവേഴ്സിറ്റി, ലാസ്റ്റ് വൺ എൻവയൺമെന്റൽ ഇഷ്യൂസ്. അങ്ങനെ 4 ചാപ്റ്റേഴ്സ് ആണ് ഇതിലുള്ളത്. ഒരു 8 മാർക്ക് ഇതിൽ നിന്ന് ഷുവർ ആയിട്ടും വരും. എല്ലാ വർഷവും ഒരു 8 മാർക്ക് മിനിമം ഉണ്ടാവും. ഓക്കെ, അപ്പോ നല്ലൊരു യൂണിറ്റ് ആണ്. കുറെ ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ട്. അപ്പൊ നിങ്ങൾ ആ ടെക്സ്റ്റ് ബുക്ക് ഉണ്ടോ? എല്ലാവരുടെ കയ്യിലും ടെക്സ്റ്റ് ബുക്ക് ഉണ്ടോ? Do you have the textbook, everybody? Who is that? എന്താണ് player unknown? Who is that? Player unknown. We need to know you. Okay. Who are you? Put your name and join. നിങ്ങളുടെ പേരിട്ടിട്ട് ജോയിൻ ചെയ്യുക. ഓക്കെ. അപ്പോ നമുക്ക് മെയിൻ ആയിട്ട് 4 ചാപ്റ്റേഴ്സ് ഉണ്ട്. അതിന്റെ ടെക്സ്റ്റ് ബുക്ക് ഒന്ന് ഓപ്പൺ ചെയ്ത് വെക്കുക. ഐശ്വര്യ. ഓക്കെ, ഐശ്വര്യാണ്. അപ്പൊ നമുക്ക് നോക്കാം. ഫസ്റ്റ് യൂണിറ്റ് ഓർഗാനിസംസ് ആൻഡ് പോപ്പുലേഷൻ. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ, ആ യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഒരു സയന്റിസ്റ്റ് അപ്പുറത്തെ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഒരു സയന്റിസ്റ്റിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തെ കുറിച്ച് വായിക്കുക. ഓക്കെ, ഹീസ് കോൾഡ് ദ ഫാദർ ഓഫ് ഇന്ത്യൻ ഇക്കോളജി. ഫാദർ ഓഫ് ഇന്ത്യൻ ഇക്കോളജി ആരാണ്? ഇത് സാധാരണ കുട്ടികൾ അത് വായിക്കില്ല. ആ സൈഡ് ആ സയന്റിസ്റ്റുകളുടെ പേര് നോക്കാറും കൂടി ഇല്ല. ഓക്കെ, അത് കറക്റ്റ് ആയിട്ടൊന്ന് വായിക്കുക. രാംദേവോ മിശ്ര അല്ലെ? രാംദേവോ മിശ്ര, അതൊന്ന് വായിച്ചു നോക്കുക. അദ്ദേഹത്തിന്റെ ഫൈൻഡിങ്സ് എന്തൊക്കെയാണ്?
ഏതൊക്കെ ബുക്കുകൾ എഴുതി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി വെക്കുക. ഇനി ഓർഗാനിസംസ് ആൻഡ് പോപ്പുലേഷൻ നമുക്ക് 2 ഭാഗമായിട്ട് ഡിവൈഡ് ചെയ്യാം അല്ലെ. ഫസ്റ്റ് പാർട്ടില് ഓർഗാനിസത്തിനെ കുറിച്ച് പറയുന്നു, അടുത്തത് പോപ്പുലേഷൻ ഇന്ററാക്ഷൻസിനെ കുറിച്ചാണ്. പോപ്പുലേഷനും പോപ്പുലേഷൻ ഇന്ററാക്ഷൻസിനെ കുറിച്ചാണ് പറയുന്നത് അല്ലെ. ആ ചാപ്റ്റർ തുടങ്ങുന്നത് തന്നെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ വെച്ചിട്ടാണ്. ആ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷനിൽ നിന്ന് സ്ഥിരം ചോദ്യങ്ങൾ വരികയാണ്. ഓക്കെ, സോ നമുക്ക് ആ മീൻ ആനുവൽ ടെമ്പറേച്ചറും മീൻ ആനുവൽ പ്രസിപ്പിറ്റേഷനും പ്ലോട്ട് ചെയ്തിട്ട് പല ബയോംസിനെ അവർ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. അതൊന്ന് നോക്കുക. അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പെക്ടഡ് ക്വസ്റ്റ്യൻ. ഓക്കെ, പിന്നെ അടുത്തത് എന്താണ്? മേജർ അബയോട്ടിക് ഫാക്ടേഴ്സ് അവിടെ കൊടുത്തിട്ടുണ്ട് ഇല്ലേ. മേജർ അബയോട്ടിക് ഫാക്ടേഴ്സ്, അത് ആ ഓർഡർ ഓഫ് ഇമ്പോർട്ടൻസിൽ തന്നെയാണ് ആ ഫാക്ടേഴ്സ് കൊടുത്തേക്കുന്നത്. ആദ്യം ടെമ്പറേച്ചർ, പിന്നെ വാട്ടർ, പിന്നെ ലൈറ്റ് ആൻഡ് ലാസ്റ്റ് സോയിൽ. ഓക്കെ, അതിൽ കുറെ വാക്കുകളുണ്ട്. യൂറി തെർമൽ എന്താണ്, സ്റ്റീനോ തെർമൽ എന്താണ്, അങ്ങനത്തെ വാക്കുകളൊക്കെ നോക്കി വെക്കുക. സ്റ്റീനോ ഹാലൈൻ, യൂറി ഹാലൈൻ. ഓക്കെ, ആ സെലിനിറ്റി റേഞ്ച് വെച്ചിട്ട് കുറെ വാട്ടർ ബോഡീസിനെ അവർ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സോൾട്ട് വാട്ടർ, സീ വാട്ടറിൽ എത്ര സോൾട്ട് കണ്ടന്റ് ഉണ്ട്, ഫ്രഷ് വാട്ടറിൽ എത്രയുണ്ട്, അത് ആ വാല്യൂസ് ഒന്ന് പഠിച്ചു വെക്കുക. ഓക്കെ, ഇക്കോളജി യൂണിറ്റിന്റെ പ്രത്യേകത വാല്യൂസ് നിങ്ങൾ നോട്ട് ചെയ്യണം. എല്ലാ വാല്യൂസും പറ്റാവുന്ന അത്രയും പഠിച്ചു വെക്കുക. ഓക്കെ, അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. ഓക്കെ, ഇനി അടുത്തത് എന്താണ്? ലൈറ്റ്. ലൈറ്റിലും ഇതേപോലെ കുറെ ഫാക്ടേഴ്സ് പറഞ്ഞിട്ടുണ്ട്. ഹൗ ഇറ്റ് ഈസ് എഫക്ടിങ് ദി ഓർഗാനിസംസ് അല്ലെ. പിന്നെ അടുത്തതാണ് റെസ്പോൺസ് ടു അബയോട്ടിക് ഫാക്ടേഴ്സ്. എല്ലാ ഓർഗാനിസംസും അബയോട്ടിക് ഫാക്ടേഴ്സ് അഗൈൻസ്റ്റ് റെസ്പോൺസ് തരും അല്ലെ. ചിലത് കൺഫോമേഴ്സ് ആണ്, ചിലത് റെഗുലേറ്റേഴ്സ് ആണ്, ചിലത് പാർഷ്യൽ റെഗുലേറ്റേഴ്സ് ആണ്. ഇതിന്റെ എക്സാമ്പിൾസ് പഠിച്ചു വെക്കുക. ഇനി കൺഫോമേഴ്സും റെഗുലേറ്റേഴ്സും അല്ലെങ്കിൽ നമുക്ക് 2 മെത്തേഡ്സ് ഉണ്ട്. ഒന്നുമില്ലെങ്കിൽ മൈഗ്രേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ സസ്പെൻഡ് ചെയ്യാം അല്ലെ. ദേ ക്യാൻ മൈഗ്രേറ്റ് ടു എ ന്യൂ ലൊക്കേഷൻ ഓർ ദേ ക്യാൻ സസ്പെൻഡ് ദെയർ ആക്ടിവിറ്റീസ്. ഇത്രയും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആ സസ്പെൻഷന് ഡയാപോസ് എന്നൊരു വാക്കുണ്ട്, സ്ഥിരം ചോദിക്കുന്ന ചോദ്യമാണ് ഡയാപോസ്. അതിന്റെ എക്സാമ്പിളും നോക്കി വെക്കുക. ഓക്കെ, സൂ പ്ലാങ്ക്ടൺസ് അല്ലെ. സൂ പ്ലാങ്ക്ടൺസ് ഡയാപോസ്, സസ്പെൻഡഡ് ആനിമേഷൻ, സസ്പെൻഡഡ് ഡെവലപ്മെന്റ് എന്നൊക്കെ വിളിക്കും. ഇനി അഡാപ്റ്റേഷൻസ് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. ജിപ്മർ തൊട്ട് എയിംസ് തൊട്ട് അഡാപ്റ്റേഷൻസിൽ നിന്ന് കുറെ ചോദ്യങ്ങൾ നമുക്ക് വരാറുണ്ട്. അഡാപ്റ്റേഷൻസിൽ കുറച്ച് റൂൾസ് പഠിച്ചിട്ടുണ്ടാവും, ഓർമ്മയുണ്ടോ? അലൻസ് റൂൾ, അലൻസ് റൂൾ. വേറെ ഏതൊക്കെയാ റൂൾസ് പഠിച്ചാണത്? ഒന്ന് ചാറ്റ് ബോക്സിൽ ഇടുക എല്ലാവരും. അലൻസ് റൂൾ ഉണ്ട്. പിന്നെയോ ബർഗ്മാൻസ് റൂൾ, ബോഡി സൈസ് വെച്ചിട്ട് ബർഗ്മാൻസ് റൂൾ. ജോർഡൻ, യെസ് ശ്രീദേവി, ജോർഡൻസ് റൂൾ ഉണ്ട്. ഗോൾജേഴ്സ് റൂൾ അല്ലെ. അങ്ങനെ പല റൂൾസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതൊന്ന് നോക്കി വെക്കുക. അലൻസ് റൂൾ മാത്രമേ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ളൂ. അപ്പൊ അതിന് മെയിൻ ഫോക്കസ് അലൻസ് റൂളിന് കൊടുക്കുക. ഓക്കെ, ഇനി when you're climbing Mount Everest എന്തൊക്കെ റാംചേഴ്സ് റൂൾ, അങ്ങനെ പല റൂൾസ് ഉണ്ട്. ഓക്കെ, മെയിൻ ആയിട്ട് അലൻസ് റൂൾ ഫോക്കസ് ചെയ്യുക. ഇനി അടുത്തത് എന്താണ്? when you're climbing up a mount, when you're climbing up a mountain, ഒരു മൗണ്ട് എവറസ്റ്റ് അല്ലെങ്കിൽ ക്ലൈംബ് ചെയ്യുമ്പോൾ എന്തൊക്കെ അഡാപ്റ്റേഷൻസ് നമുക്ക് കാണാം? ഓക്കെ, which are the acclimatization things that happen? ആ ഓക്സിജൻ ഡിസോസിയേഷൻ കർവ് വെച്ചിട്ടാണ് ആ എക്സ്പ്ലനേഷൻ കൊടുത്തേക്കുന്നത്. അത് ക്ലാസ് 11th ചാപ്റ്ററും ഇതുമായിട്ടൊന്ന് കമ്പയർ ചെയ്ത് പഠിക്കുക. ഓക്കെ, ഓക്സിജൻ ഡിസോസിയേഷൻ കർവ്, ഷിഫ്റ്റിംഗ് ടുവേർഡ്സ് റൈറ്റ്, ഷിഫ്റ്റിംഗ് ടുവേർഡ്സ് ലെഫ്റ്റ്, അങ്ങനത്തെ കോൺസെപ്റ്റുകളൊക്കെ അവിടെ ക്ലിയർ ആയിരിക്കണം. ഓക്കെ, ഇനി ബിഹേവിയറൽ അഡാപ്റ്റേഷൻസ് ഏതൊക്കെയാണ്, ഫിസിയോളജിക്കൽ അഡാപ്റ്റേഷൻസ് ഏതൊക്കെയാണ്, ഇങ്ങനത്തെ കാര്യങ്ങൾ നോക്കി വെക്കുക. ഓക്കെ, അതാണ് അഡാപ്റ്റേഷൻസ്. പിന്നെയാണ് നമ്മൾ അടുത്ത സെക്ഷൻ, അതാണ് പോപ്പുലേഷൻ അല്ലെ. പോപ്പുലേഷനിൽ കുറച്ച് വാക്കുകൾ അവിടെ മെയിൻ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? ബർത്ത് റേറ്റ് എന്താണ്, ഡെത്ത് റേറ്റ് എന്താണ്, സെക്സ് റേഷ്യോ എന്താണ്. സെക്സ് റേഷ്യോ അത് കഴിഞ്ഞിട്ടാണ്. നേറ്റാലിറ്റി മോർട്ടാലിറ്റി ഒക്കെ നമ്മൾ അത് കഴിഞ്ഞിട്ടാണ് പഠിക്കുന്നത്. ഈ വാക്കുകൾ ഫസ്റ്റ് തന്നെ അല്ലെ. ബർത്ത് റേറ്റ്, ഡെത്ത് റേറ്റ്, പിന്നെ ഏതാണ്, പിന്നെ ഏതൊക്കെയാണ്? സെക്സ് റേഷ്യോ എന്താണ്, ഒരു പിറമിഡൽ ഡയഗ്രാം നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, അതേതാണ്? ഏജ് പിറമിഡ്സ്, ഓർമ്മയുണ്ടോ? ഏജ് പിറമിഡ്സ് 3 ഡിഫറെന്റ് ഷേപ്സ് ആണ്. അത് സ്ഥിരം ചോദ്യമാണ് കേട്ടോ. ആ 3 ഷേപ്പ്, ഒരെണ്ണം ട്രയാങ്കുലർ ആണ്, മറ്റത് ബെൽ ഷേപ്ഡ് ആണ്, ഒരെണ്ണം ഏൺ ഷേപ്ഡ് ആണ്. എക്സ്പാൻഡിങ് പോപ്പുലേഷൻ അല്ലെ, സ്റ്റേബിൾ പോപ്പുലേഷൻ, ഡിക്ലൈനിങ് പോപ്പുലേഷൻ. വെരി ഗുഡ് ഗോപിക, ഐശ്വര്യ, അലൻ. ഓക്കെ, 3 ടൈപ്പ് ഓഫ് പോപ്പുലേഷൻ. അത് നോക്കി വെക്കുക, ആ ഡയഗ്രാം നോക്കി വെക്കുക. പിന്നെ ഏതാണ്? പോപ്പുലേഷൻ ഗ്രോത്ത്. പോപ്പുലേഷൻ ഗ്രോത്തിൽ നേറ്റാലിറ്റി, മോർട്ടാലിറ്റി അല്ലെ, ഇമിഗ്രേഷൻ, എമിഗ്രേഷൻ, അത് വെച്ചൊരു
ഒരു ഫോർമുല പോലെ എഴുതിയിട്ടുണ്ട്. ഏതൊക്കെയാണ് പോപ്പുലേഷൻ സൈസിനെ കൂട്ടുക, ഏതൊക്കെയാണ് അത് കുറയ്ക്കുക. This is okay. ഇനി പോപ്പുലേഷൻ ഡെൻസിറ്റി എന്നൊരു കോൺസെപ്റ്റ് അവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ റിലേറ്റീവ് ഡെൻസിറ്റിയും അബ്സല്യൂട്ട് ഡെൻസിറ്റി എന്നുള്ള രണ്ട് കോൺസെപ്റ്റ് ആണ്. അബ്സല്യൂട്ട് ഡെൻസിറ്റി ആക്ച്വൽ കൗണ്ട് ആണ്. റിലേറ്റീവ് ഡെൻസിറ്റി നമ്മളൊരു കമ്പാരിറ്റീവ് ആയിട്ട് പറയാണ്, ഇത്രയും ആയിരിക്കാം, ഇറ്റ്സ് ആൻ അപ്രോക്സിമേറ്റ് വാല്യൂ, റൈറ്റ്. അപ്പൊ ആ രണ്ട് ടേംസ് നോക്കി വെക്കുക, റിലേറ്റീവ് ഡെൻസിറ്റിയും അബ്സല്യൂട്ട് ഡെൻസിറ്റിയും, റൈറ്റ്. പിന്നെ ഉള്ളത് രണ്ട് ഗ്രാഫ്സ് അവിടെ കൊടുത്തിട്ടുണ്ട്, എക്സ്പോണൻഷ്യൽ ഗ്രോത്തിന്റെയും ലോജിസ്റ്റിക് ഗ്രോത്തിന്റെയും രണ്ട് ഗ്രാഫ്സും രണ്ട് ഇക്വേഷൻസും കൊടുത്തിട്ടുണ്ട്. അത് പഠിച്ചു വെക്കുക. ഓക്കെ, ക്യാരിയിങ് കപ്പാസിറ്റി എന്നുള്ള കോൺസെപ്റ്റ് സ്ഥിരം ചോദിക്കുന്ന ചോദ്യമാണ്. ക്യാരിയിങ് കപ്പാസിറ്റി, റൈറ്റ്. പിന്നെ അവിടെ ഓർത്തിരിക്കേണ്ടത് പേജ് നമ്പർ 230 വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ഉണ്ട്, ആർ വാല്യൂ അല്ലെ. ആർ വാല്യൂ, ഇൻട്രിൻസിക് റേറ്റ് ഓഫ് നാച്ചുറൽ ഇൻക്രീസ്, ആർ വാല്യൂ. അവിടെ കുറച്ച് ആർ വാല്യൂസ് അവർ എക്സാമ്പിൾസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്, അത് നോട്ട് ചെയ്ത് വെക്കുക. ഞാനത് ഏതോ ഒരു ചാപ്റ്ററിൽ പറഞ്ഞിട്ടുണ്ട് ആർ വാല്യൂസ് നോക്കി വെക്കണം എന്ന്. ആർ വാല്യൂ ഓഫ് നോർവേ റാറ്റ് അല്ലെ, ഫ്ലോർ ബീറ്റൽ, ഇങ്ങനത്തെ പല എക്സാമ്പിൾസ് അവർ കൊടുത്തിട്ടുണ്ട്. ആ വാല്യൂ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ദിസ് ഇസ് ഫൈൻ എവരിബഡി. ആ വാല്യൂസ് കണ്ടോ? പേജ് നമ്പർ 230 കുറച്ച് വാല്യൂസ് ഉണ്ട്, അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക, ഇപ്പൊ തന്നെ നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ ഇന്ത്യൻ പോപ്പുലേഷൻ, അത് പണ്ടത്തെ വാല്യൂ ആണ് കേട്ടോ. അക്കോർഡിംഗ് ടു 2016 സെൻസസ് പ്രകാരം ആർ വാല്യൂ 1.019 ആയിട്ടുണ്ട്. പണ്ടത്തെ ആർ വാല്യൂ ആണ് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തേക്കുന്നത് അല്ലേ. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക, ആ ഡിഫറൻസ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. Is this okay? അഖില, അലൻ, ആസിഫ്, മനസ്സിലായോ? ഇനി പിന്നെ എന്താണ് ഏറ്റവും മെയിൻ ആയിട്ടുള്ള കാര്യം, പോപ്പുലേഷൻ ഇന്ററാക്ഷൻസ് ആണ് അവിടെ പറയണത് അല്ലെ. പോപ്പുലേഷൻ ഇന്ററാക്ഷൻസ്, പാരസൈറ്റിസം ആവാം, പ്രഡേഷൻ ആവാം, കമൻസാലിസം ആവാം, അമെൻസാലിസം ആവാം, മ്യൂച്വലിസ്റ്റിക് റിലേഷൻസ് ആവാം. അതിനെ കുറിച്ച് കറക്റ്റ് ആയിട്ട് പഠിച്ചു വെക്കുക, എക്സാമ്പിൾസ് ഫോക്കസ് ചെയ്യുക. എല്ലാ വർഷവും വരുന്ന ചോദ്യമാണ്. ഓക്കെ, പോപ്പുലേഷൻ ഇന്ററാക്ഷൻസ് പഠിക്കാണ്ട് എക്സാം ഹോളിലേക്ക് പോവരുത്. ഓക്കെ എവരിബഡി, നന്നായിട്ട് ടെക്സ്റ്റ് ബുക്ക് വായിക്കുക, ടെക്സ്റ്റ് ബുക്കിലെ എക്സാമ്പിൾസ് നോക്കുക. പോസിറ്റീവ് റിലേഷൻസ് ഏതാണ്, നെഗറ്റീവ് ഏതാണ്, നെഗറ്റീവ് പോസിറ്റീവ് ഏതാണ്, ന്യൂട്രൽ നെഗറ്റീവ് റിലേഷൻഷിപ്സ് ഏതാണ്, ഇങ്ങനത്തെ കാര്യങ്ങൾ നോക്കി വെക്കുക. ഓക്കെ, അപ്പൊ ആ ചാപ്റ്റർ അങ്ങനെ, ദാറ്റ്സ് ദി എൻഡ് ഓഫ് ദാറ്റ് ചാപ്റ്റർ, റൈറ്റ്. ഇനി അടുത്തത് എന്താണ്, ഇക്കോസിസ്റ്റം എന്നുള്ള ചാപ്റ്റർ. ഇക്കോസിസ്റ്റം ആ ടേം ടാൻസ്ലി അല്ലെ, ഒരു സെൽഫ് സസ്റ്റൈനിങ്, സെൽഫ് റിലയബിൾ ആയിട്ടുള്ളതാണ് ഒരു ഇക്കോസിസ്റ്റം. ഇത്രയും പിടികിട്ടി. ഇനി കുറച്ച് ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. നാച്ചുറൽ ഇക്കോസിസ്റ്റംസ് ഏതാണ്, ആർട്ടിഫിഷ്യൽ ഇക്കോസിസ്റ്റംസ് ഏതാണ്, മൈക്രോ ഇക്കോസിസ്റ്റംസ് എന്താണ്, മാക്രോ ഇക്കോസിസ്റ്റംസ് എന്താണ് അല്ലെ, ഇങ്ങനത്തെ കുറെ കോൺസെപ്റ്റ്സ് അവിടെ ഉണ്ട്. പിന്നെ മെയിൻ ആയിട്ട് രണ്ട് കാര്യങ്ങൾ, സ്ട്രക്ചറും ഫങ്ഷനും. സ്ട്രക്ചർ ഓഫ് ആൻ ഇക്കോസിസ്റ്റമും ഫങ്ഷൻ ഓഫ് ആൻ ഇക്കോസിസ്റ്റം രണ്ട് കോൺസെപ്റ്റ്സ് ആണ്. സ്ട്രക്ചറിൽ നിങ്ങൾ ആ സ്ട്രാറ്റിഫിക്കേഷൻ, സ്പീഷീസ് കോമ്പോസിഷൻ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിക്കും. ഇനി ഫങ്ഷൻ ആണ് ഈ ഫുൾ ചാപ്റ്റർ, ഫങ്ഷനെ കുറിച്ചാണ് അല്ലെ. ഫങ്ഷനിൽ 4 കാര്യങ്ങൾ ഉണ്ട്, പ്രൊഡക്ടിവിറ്റി, ഡീകമ്പോസിഷൻ, ന്യൂട്രിയൻ സൈക്ലിംഗ്, എനർജി ഫ്ലോ. ഈ 4 കാര്യങ്ങളാണ് ഈ ഫുൾ ടെക്സ്റ്റ് ബുക്കിൽ പഠിക്കുക. പ്രൊഡക്ടിവിറ്റിയിൽ മെയിൻ ആയിട്ട് ഏതൊക്കെ നോക്കും, NPP എന്താണ്, GPP എന്താണ്, ആ ഫോർമുല, കണക്ടിങ് NPPയും GPPയും തമ്മിലുള്ള ഫോർമുല. പ്രൈമറി പ്രൊഡക്ടിവിറ്റി എന്താണ്, സെക്കൻഡറി പ്രൊഡക്ടിവിറ്റി എന്താണ് അല്ലെ. അവിടെ കുറച്ച് ഫിഗേഴ്സ് ഉണ്ട്. ബയോസ്ഫിയർ, എൻറ്റയർ ബയോസ്ഫിയറിന്റെ പ്രൊഡക്ടിവിറ്റി എത്രയുണ്ട്, ആ വാല്യൂ ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ടെക്സ്റ്റ് ബുക്കിൽ നോക്കാണ്ട് വേഗം ആൻസർ പറയാൻ പറ്റുമോ? എൻറ്റയർ ബയോസ്ഫിയറിന്റെ പ്രൊഡക്ടിവിറ്റി എത്രയാണ്? ആഷേഖ്, വെരി ഗുഡ്, 170 ബില്യൺ ടൺസ് ആണ് അവിടെ അല്ലെ. ഡെർലൻ, ആഷേഖ്. അപ്പൊ ടെറസ്ട്രിയൽ ഇക്കോസിസ്റ്റത്തിൽ എത്രയായിരിക്കും? ടെറസ്ട്രിയലിന് aquatic ഇക്കോസിസ്റ്റംസും തമ്മിൽ ഒരു കമ്പാരിസൺ ഉണ്ട്. 115 ബില്യൺ ടൺസ് ആണ് ടെറസ്ട്രിയൽ. അപ്പൊ മറ്റേത് 55 ബില്യൺ ടൺസ് ആണ് അക്വാട്ടിക്കിന്. ഓക്കെ, അപ്പൊ ഏതൊക്കെയാണ് ലിമിറ്റിംഗ് ഫാക്ടേഴ്സ്? അതൊരു ചോദിച്ച ചോദ്യമാണ് കേട്ടോ. അക്വാട്ടിക് ഇക്കോസിസ്റ്റത്തിൽ ഏതൊക്കെയാണ് അവിടെ ലിമിറ്റിംഗ് ഫാക്ടേഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്? ഗോട്ട് ഇറ്റ്? അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. 2 ഫാക്ടേഴ്സ് ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഡീകമ്പോസിഷനിൽ 4 സ്റ്റെപ്സ് അവർ പറഞ്ഞിട്ടുണ്ട് അല്ലെ. 4 അല്ല 5 സ്റ്റെപ്സ് പറഞ്ഞിട്ടുണ്ട്.
ഇപ്പൊ ഏതൊക്കെയാണ്? ഫ്രാഗ്മെന്റേഷൻ ഉണ്ട്, ലീച്ചിങ്, കാറ്റബോളിസം, അല്ലെ, ഹ്യൂമിഫിക്കേഷൻ, മിനറലൈസേഷൻ എന്നുള്ള സ്റ്റെപ്സ് പറഞ്ഞിട്ടുണ്ട്. അതിൽ ഹ്യൂമസിന്റെ ആ ക്യാരക്ടേഴ്സ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അമോർഫസ് ആണ്, ഡാർക്ക് കളേർഡ് ആണ്, അങ്ങനത്തെ കാര്യങ്ങൾ. ഓക്കെ. പിന്നെ മെയിൻ ആയിട്ടുള്ളത് എനർജി ഫ്ലോ ഉണ്ട്. എനർജി ഫ്ലോയില് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വാക്ക് പവർ. ഫോട്ടോസിന്തറ്റിക്കലി ആക്റ്റീവ് ആയിട്ടുള്ള റേഡിയേഷൻ, അല്ലെ? ഈ വാക്ക് പിന്നെ തെർമോഡൈനാമിക് ലോസ് ഫോളോ ചെയ്യണു എന്നുള്ള കാര്യം. കൺസ്യൂമേഴ്സ് എന്താണ്, പ്രൊഡ്യൂസേഴ്സ് എന്താണ്, പ്രൈമറി കൺസ്യൂമർ എന്താണ്, സെക്കൻഡറി കൺസ്യൂമർ എന്താണ്, ഇങ്ങനത്തെ കാര്യങ്ങൾ. ഫുഡ് ചെയിൻ, ഫുഡ് വെബ്. അതില് ഫുഡ് ചെയിനിൽ തന്നെ രണ്ട് കാറ്റഗറൈസേഷൻ, ഗ്രേസിംഗ് ഫുഡ് ചെയിനും ഡെട്രിറ്റസ് ഫുഡ് ചെയിൻ എന്നുള്ള കോൺസെപ്റ്റ്. അത് എക്സാമ്പിൾ വെച്ച് ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാവും, അല്ലെ? ഗ്രേസിംഗ് ഫുഡ് ചെയിൻ്റെ എക്സാമ്പിൾ, ഡെട്രിറ്റസ് ഫുഡ് ചെയിൻ്റെ എക്സാമ്പിൾ. ഡെട്രിറ്റസ് ഫുഡ് ചെയിൻ സ്റ്റാർട്ട്സ് വിത്ത് ഡീകമ്പോസർ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടാവും, ഇല്ലേ? പിന്നെ ഉള്ള ഒരു വാക്കുണ്ടല്ലോ സ്റ്റാൻഡിങ് ക്രോപ്പ്. സ്റ്റാൻഡിങ് ക്രോപ്പ് എന്താണ്, സ്റ്റാൻഡിങ് സ്റ്റേറ്റ് എന്താണ്, ഇതൊന്നും നോക്കി വെക്കുക. ഓക്കെ. ഇനി ഇക്കോളജിക്കൽ പിറമിഡ് ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആണ്. അത് ബയോമാസ് ആവാം, നമ്പർ ആവാം, എനർജി ആവാം. നമ്പറും ബയോമാസും അപ്രൈറ്റും ഇൻവേർട്ടഡ് ആയിട്ടുള്ള പിറമിഡ്സ് ഉണ്ട്. പക്ഷേ എനർജി പിറമിഡ് എപ്പോഴും അപ്രൈറ്റ് ആയിരിക്കും. അതാണ് അവിടുത്തെ മെയിൻ കോൺസെപ്റ്റ്. ഇസ് ദിസ് ഓക്കെ? ഇനി ആ മൂന്ന് ഡയഗ്രാംസും അതിലെ ഫിഗേഴ്സും ഒന്ന് നോക്കി വെക്കുക. ഓക്കെ, ജസ്റ്റ് ഗോ ത്രൂ ഇറ്റ്. അത് ബൈ ഹാർട്ട് ചെയ്യാനല്ല പറഞ്ഞത്, ഒന്ന് നോക്കി വെക്കുക എന്താണ് അവർ ഉദ്ദേശിച്ചത്. ഓക്കെ, ഇസ് ദിസ് ഫൈൻ എവ്രിബഡി? അപ്പൊ അതാണ് അവിടെ മെയിൻ ആയിട്ട്. ഇനി ഇക്കോളജിക്കൽ സക്സഷൻ ഉണ്ട്. അപ്പൊ വാക്കുകൾ ലൈക്ക് പൈനിയർ എന്താണ്, ക്ലൈമാക്സ് എന്താണ്, സിയർ എന്താണ്, സീറാൽ കമ്മ്യൂണിറ്റീസ് എന്താണ്, അല്ലെ? ഹൈഡ്രോസിയർ എന്താണ്, സീറോസിയർ എന്താണ്. ഇനി രണ്ട് വാട്ടറിലായാലും ലാൻഡിലായാലും ആ സക്സഷൻ ഒരു മീസിക് എൻവയൺമെന്റിലേക്കാണ് ലീഡ് ചെയ്യുക. അതില് അക്വാട്ടിക് ഇക്കോസിസ്റ്റത്തിലെ ഒരു സക്സഷൻ അവർ കൊടുത്തിട്ടുണ്ട്, പല സ്റ്റേജസ്. റീഡ് സ്വോം സ്റ്റേജ് എന്താണ്, സബ്മേർജ്. അതിലെ പ്ലാന്റ്സിന്റെ എക്സാമ്പിൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? റീഡ് സ്വോം സ്റ്റേജിൽ വരുന്ന മെയിൻ ആയിട്ടുള്ള പ്ലാന്റ്സ് ഏതൊക്കെയാണ്? യു ഹവ് നോട്ട്? അതൊന്ന് നോക്കണം കേട്ടോ, അതൊന്ന് നോക്കി വെക്കണം. ഒരു ലിസ്റ്റ് ഓഫ് പ്ലാന്റ്സ് ഉണ്ട്. സബ്മേർജ് പ്ലാന്റ് സ്റ്റേജില് ഏതൊക്കെ ചെടികളാണ് വരിക? മാർഷ് മെഡോ സ്റ്റേജില്, സബ്മേർജ് ഫ്രീ ഫ്ലോട്ടിംഗ് സ്റ്റേജിൽ ഏതൊക്കെയാണ്, സ്ക്രബ് സ്റ്റേജിൽ ഏതൊക്കെയാണ്? ഈ എക്സാമ്പിൾസ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. ഓക്കെ ആഷേഖ്, എക്സാമ്പിൾസ് ഒന്ന് നോക്കി വെക്കുക. ട്രൂമാനിലും അങ്ങനത്തെ ബുക്കുകളിലെ എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. അതൊരു ക്വസ്റ്റ്യൻ നേരത്തെ വന്നിട്ടുണ്ട്, നമ്മളുടെ മെറ്റീരിയലിലും ഉണ്ട് ആ ക്വസ്റ്റ്യൻ. ഓക്കെ, ആ എക്സാമ്പിൾസ് ചെടികളുടെ നോക്കി വെക്കുക. ഇനി എന്താണ് ന്യൂട്രിയൻ സൈക്ലിംഗ്, അല്ലെ? ന്യൂട്രിയൻ സൈക്ലിംഗിൽ വരുന്നതാണ് സ്റ്റാൻഡിങ് സ്റ്റേറ്റ് എന്നുള്ള വാക്ക്. സ്റ്റാൻഡിങ് സ്റ്റേറ്റ്, അത് എത്ര ന്യൂട്രിയൻസ് ആ ഒരു പെർട്ടിക്കുലർ ലെവലിൽ ഉണ്ട്, അതാണ് ആ സ്റ്റാൻഡിങ് സ്റ്റേറ്റ്. സ്റ്റാൻഡിങ് ക്രോപ്പ് ബയോമാസ് ലെവലാണ്. ഓക്കെ. ഇനി സെഡിമെന്ററി സൈക്കിൾസ് ഏതാണ്, ഗേഷ്യസ് സൈക്കിൾസ് ഏതാണ്, അതിന്റെ ഡിഫറൻസസ്. അതിൽ സ്ഥിരം വരുന്ന ഒരു ചോദ്യം ആ കാർബണിന്റെ കണ്ടന്റ് ആണ്. എത്ര കാർബൺ ഡയോക്സൈഡ് ഫിക്സ് ചെയ്യണു പ്ലാന്റ്സ്? ഓർമ്മയുണ്ടോ ആ ഫിഗേഴ്സ് കുറച്ച് ബുദ്ധിമുട്ടാണ് ഓർത്തിരിക്കാൻ, പക്ഷെ നോക്കി വെക്കുക. ത്രൂ ഫോട്ടോസിന്തസിസ് ആനുവലി എത്ര കാർബൺ ഡയോക്സൈഡ് ഫിക്സ് ചെയ്യണു? ഓർമ്മയുണ്ടോ എല്ലാവർക്കും? 4 × 10⁻13 kilograms of carbon is fixed. ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഫോസ്ഫറസ് സൈക്കിളിന്റെ ഒരു ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷൻ അവിടെ ഉണ്ട്, അല്ലെ? അത് സെഡിമെന്ററി സൈക്കിൾ ആണ്. എന്തുകൊണ്ടാ? ഗേഷ്യസ് ഫോം അവിടെ ഇല്ല, റൈറ്റ്? പിന്നെ ഏറ്റവും അവസാനത്തെ കോൺസെപ്റ്റ് ആണ് എൻവയറമെന്റൽ അല്ലെങ്കിൽ ഇക്കോസിസ്റ്റം സർവീസസ്. റോബർട്ട് കോൺസ്റ്റാൻസ എന്നുള്ള സയന്റിസ്റ്റ് ആണ് അത് പ്രപ്പോസ് ചെയ്തത്. അതൊന്ന് വായിച്ചു വെക്കുക. ഓക്കെ, അതിൽ നിന്ന് ഇതുവരെ ചോദ്യമൊന്നും വന്നിട്ടില്ല എന്നാലും. ഇനി ബയോഡൈവേഴ്സിറ്റിയില് എഡ്വേർഡ് വിൽസൺ എത്ര ലെവൽസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി ഉണ്ട്, അല്ലെ? IUCN റിപ്പോർട്ട് പ്രകാരം എത്ര സ്പീഷീസ് ഡൈവേഴ്സിറ്റി ഉണ്ട്? പിന്നെ നിങ്ങൾ പേജ് 260 3 പൈ ഡയഗ്രാംസ് കാണും, അത് മൂന്നും പഠിച്ചു വെക്കുക, അല്ലെ? മൂന്നും പഠിച്ചു വെക്കുക. ഒരു ന്യൂമോണിക് ഒക്കെ ഉണ്ട്. ഇപ്പോ ഏതാണ് വെർട്ടിബ്രേറ്റ് ഗ്രൂപ്പ്സ് ആണെങ്കിൽ നമുക്ക് FB റാം, റൈറ്റ്? FB റാം എന്നുള്ളൊരു ന്യൂമോണിക് ഇടാം, റൈറ്റ്? FB, what is fish, birds, reptiles, amphibians, right, and mammals, അല്ലെ? ഇങ്ങനെ ഒരു ന്യൂമോണിക് വെച്ച് പഠിച്ചു വെക്കുക. Is this fine everybody?
ഇൻവെർട്ടിബ്രേറ്റ് ഗ്രൂപ്പ്സ് വെർട്ടിബ്രേറ്റ് ഗ്രൂപ്പ്സിലാണ് ആൻഡ് പ്ലാന്റ്സിൽ വരുന്ന കാറ്റഗറി. ഓക്കെ, ഇതൊന്ന് നോക്കി വെക്കുക. This is fine everybody. ആ പൈ ഡയഗ്രാം സ്ഥിരം ചോദ്യമാണ്. ഓർഡർ മാം ആൻജിയോസ്പേംസ് ആണോ? ആൻജിയോസ്പേംസ് ഇട്ടാ മതി. ഓക്കെ, ആൻജിയോസ്പേംസ്. ഓക്കെ, അന്ന് നമ്മൾ ഡിസ്കസ് ചെയ്താന്ന് തോന്നുന്നു ക്ലാസ്സിൽ. ആ ഒരു കൺഫ്യൂഷൻ വന്നിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തു. ആൻജിയോസ്പേംസ് വിൽ ബി ഫൈൻ. ഇനി അടുത്ത എന്താണ്? പാറ്റേൺസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി ഉണ്ട് അല്ലെ? പാറ്റേൺസ്, ലോങ്റ്റിറ്റ്യൂഡിനൽ ഗ്രേഡിയന്റും സ്പീഷീസ് ഏരിയ റിലേഷൻഷിപ്പിനെ കുറിച്ച്. ലോങ്റ്റിറ്റ്യൂഡിനൽ ഗ്രേഡിയന്റ് ഇക്വേറ്റർ റീജിയൻസിലാണ് കൂടുതൽ സ്പീഷീസ്. ആസ് യു മൂവ് ഫ്രം ഇക്വേറ്റർ ടു ദ പോൾ സ്പീഷീസ് ഡൈവേഴ്സിറ്റി കുറയുന്നു. വളരെ ഇമ്പോർട്ടന്റ്. സ്പീഷീസ് ഏരിയ റിലേഷൻഷിപ്പില് അലക്സാണ്ടർ വോൺ ഹംബോൾട്ടിന്റെ ആ ഇക്വേഷനും ആ ഗ്രാഫും അത് പഠിച്ചു വെക്കുക. പിന്നെ കുറെ Z വാല്യൂസ് അവിടെ കൊടുത്തിട്ടുണ്ട് അല്ലെ? Z വാല്യൂസ്, ആ Z വാല്യൂസ് നോക്കി വെക്കുക. ചോദിക്കാൻ ചാൻസ് ഉള്ള ചോദ്യമാണ്. ഓക്കെ, ഇനി ഇമ്പോർട്ടൻസ് ഓഫ് ബയോഡൈവേഴ്സിറ്റിയില് രണ്ടാൾക്കാരുടെ എക്സ്പെരിമെന്റ് ആണ് അവിടെ അല്ലെ? ഡേവിഡ് ടിൽമാന്റെയും പോൾ എർലിച്ചിന്റെ എക്സ്പെരിമെന്റും. Okay, David Tillman, right? And Paul Ehrlich. Paul Ehrlich ഇന്റെയാണ് റിവറ്റ് പോപ്പർ മോഡൽ. ഓക്കെ ഐശ്വര്യ. ഓക്കെ, ഇത് രണ്ട് കോൺസെപ്റ്റ്സും ഇമ്പോർട്ടന്റ് ആണ്. ഇനി ലോസ് ഓഫ് ബയോഡൈവേഴ്സിറ്റിയില് നമുക്ക് സിക്സ്ത് എക്സ്റ്റിങ്ഷൻ എന്നുള്ളൊരു ടേം കിട്ടും. സിക്സ്ത് എക്സ്റ്റിങ്ഷൻ ഓർമ്മയുണ്ടോ? അത് സിക്സ്ത് എക്സ്റ്റിങ്ഷൻ. ഓൾറെഡി 5 extinctions are over. Currently 6th extinction ആണ് ടേക്കിംഗ് പ്ലേസ്. ഓർമ്മയുണ്ടോ എല്ലാവർക്കും? യെസ്. ഓക്കെ, ഇനി 4 ആ ഈവിൾ ക്വാഡ്രന്റ് നോക്കി വെക്കുക. ഹാബിറ്റാറ്റ് ലോസ് ആൻഡ് ഫ്രാഗ്മെന്റേഷൻ, റൈറ്റ്? ഹാബിറ്റാറ്റ് ലോസ് ആണ് മെയിൻ ബയോഡൈവേഴ്സിറ്റി ലോസിന്റെ ഒരു കോസ്, റൈറ്റ്? ബയോഡൈവേഴ്സിറ്റി ലോസ് ആൻഡ് കോസ്, റൈറ്റ്? റൈമിങ്. ഓവർ എക്സ്പ്ലോയിറ്റേഷൻ ഉണ്ട് അല്ലെ? ഏലിയൻ സ്പീഷീസിന്റെ നമ്മളിപ്പോ ചെയ്യുന്ന ക്വസ്റ്റ്യൻസിൽ ആ ഏലിയൻ സ്പീഷീസ് ഇൻവേഷനെ കുറിച്ചൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് അറിയില്ല. ഓക്കെ, സ്ഥിരം ചോദിക്കുന്ന പാർത്തീനിയം, ചിച്ചിലിഡ് ഫിഷും, ഓക്കെ, fish varieties, catfish varieties, okay, all these things are Nile perch ഐശ്വര്യ. ചിച്ചിലിഡ് ഫിഷും നൈൽ പേർച്ചും തമ്മിലുള്ള റിലേഷൻ അല്ലെ? ലേക്ക് വിക്ടോറിയയില് സംഭവിച്ച കാര്യം. പാർത്തീനിയം, ക്യാരറ്റ് ഗ്രാസ് ഒരു ഇൻവേസീവ് സ്പീഷീസ് ആണ്. ഐക്കോർണിയ ഒരു ഇൻവേസീവ് സ്പീഷീസ് ആണ്. ഓക്കെ, ലന്റാന കെമേറ, പൊങ്ങിണിപ്പൂ എന്ന് പറയുന്നത്, അതും ഒരു ലന്റാന, ഗോപിക, ഇതൊക്കെ ഇൻവേസീവ് ആയിട്ടുള്ള സ്പീഷീസ് ആണ്, റൈറ്റ്? പിന്നെ കോ എക്സ്റ്റിങ്ഷൻ, ഒരു സ്പീഷീസ് എക്സ്റ്റെൻഡ് ആയ അത് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന വേറെ സ്പീഷീസും എക്സ്റ്റിങ്ഡ് ആവും. ഒരു പോളിനേറ്ററും ഒരു ഫ്ലവറും തമ്മിലുള്ള റിലേഷൻഷിപ്പ്. ഓക്കെ, ഇനി ബയോഡൈവേഴ്സിറ്റി, വൈ ഷുഡ് ബി കൺസേർവ് ബയോഡൈവേഴ്സിറ്റി? 3 വ്യൂസ്: നാരോ യൂട്ടിലിറ്റേറിയൻ, ബ്രോഡ് യൂട്ടിലിറ്റേറിയൻ, എത്തിക്കൽ. അതിലൊരു ബയോ പ്രോസ്പെക്ടിങ് എന്നുള്ളൊരു വാക്ക് കാണും, അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക അല്ലെ? നാരോ യൂട്ടിലിറ്റേറിയനില് ബയോ പ്രോസ്പെക്ടിങ് എന്നുള്ള വാക്ക്. ഇനി ഏറ്റവും ലാസ്റ്റ് ആണ് സ്ഥിരം ചോദിക്കുന്ന 2 ചോദ്യങ്ങൾ അല്ലെ? ഒന്ന് എക്സിറ്റ്യൂവും ഇൻസിറ്റ്യൂവും. എക്സിറ്റ്യൂവിന്റെ എക്സാമ്പിൾസ് പഠിച്ചു വെക്കുക, ഇൻസിറ്റ്യൂവിന്റെ എക്സാമ്പിൾസ് പഠിച്ചു വെക്കുക. അതിൽ നാഷണൽ പാർക്ക് എന്താണ്, വൈൽഡ് ലൈഫ് സാങ്ച്വറി എന്താണ്, ബയോസ്ഫിയർ റിസർവ് എന്താണ്. ഓക്കെ, കുറച്ച് എക്സാമ്പിൾസും ടെക്സ്റ്റിൽ ഇല്ലാത്ത കുറച്ച് എക്സാമ്പിൾസും കൂടി നോക്കി വെക്കുക. ഓക്കെ, പിടികിട്ടിയോ? രത്നംബോർ വൈൽഡ് ലൈഫ് സാങ്ച്വറി എവിടെയാണ്? കാസിരംഗ നാഷണൽ പാർക്ക്, ഗിർ. ഓക്കെ, ഇങ്ങനത്തെ കാര്യങ്ങൾ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നാഷണൽ പാർക്സ്, വൈൽഡ് ലൈഫ് സാങ്ച്വറീസ്, ബയോസ്ഫിയർ റിസർവ്സിന്റെ എക്സാമ്പിള് നെറ്റിൽ ഒന്ന് കണ്ടുപിടിച്ച് അതിന്റെ ലൊക്കേഷനും ഏത് മൃഗത്തെയാണ് അവിടെ പ്രിസർവ് ചെയ്യണതെന്നും കൂടി കണ്ടുപിടിക്കുക. Is this okay? Everybody has got it? പിന്നെ വരുന്നത് ബയോഡൈവേഴ്സിറ്റി കൺസർവേഷൻ ഡേയ്സുകൾ ഉണ്ട്, കുറെ ഉണ്ട് അല്ലെ? ഇപ്പോ ഞാനൊരു ചോദ്യം ചോദിക്കാം, വേൾഡ് ഹാബിറ്റാറ്റ് ഡേ എന്നാണ്. വേൾഡ് ഹാബിറ്റാറ്റ് ഡേ എന്നാണ്. ഇത് ഒരു പ്രത്യേക ദിവസമാണ്. ബാക്കി എല്ലാ ദിവസങ്ങളും നമുക്ക് ബൈഹാർട്ട് ചെയ്യാൻ പറ്റും, പക്ഷെ ഇത് ഒരു സ്പെഷ്യൽ ആണ്. എന്താണ്? വാട്ട് ഇസ് സോ സ്പെഷ്യൽ അബൌട്ട് വേൾഡ് ഹാബിറ്റാറ്റ് ഡേ? ഇത് ചോദിക്കാവുന്നതാണ്. എന്താ വെച്ചാൽ എല്ലാ വർഷവും ഇത് മാറും. വൈ? ബിക്കോസ് ഫസ്റ്റ് മൺഡേ ഓഫ് ഒക്ടോബർ ആണ് വേൾഡ് ഹാബിറ്റാറ്റ് ഡേ. ഫസ്റ്റ് മൺഡേ ഓഫ് ഒക്ടോബർ. അപ്പൊ 2020 ഒക്ടോബർ 5th ആണ് വേൾഡ് ഹാബിറ്റാറ്റ് ഡേ. കഴിഞ്ഞ വർഷം 2019 ഒക്ടോബർ 7th ഓക്കെ, 2019 വേൾഡ് ഹാബിറ്റാറ്റ് ഡേ. അപ്പൊ ഇങ്ങനത്തെ സ്പെഷ്യൽ ആയിട്ടുള്ള ഡേയ്സ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക.
പണ്ട് ഒരു ചോദ്യം ചോദിച്ചു ഓസോൺ ഡേ എന്നാണെന്ന്. ഓസോൺ ഡേ, ഡു യു നോ ഓസോൺ ഡേ? ഓസോൺ കൺസർവേഷൻ സെപ്റ്റംബർ 16th ആണ്. ഓക്കെ, ഇങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഇത് കുറച്ച് സ്പെഷ്യൽ അല്ലേ? എല്ലാ വർഷവും ആ ഡേറ്റ് മാറിക്കൊണ്ടിരിക്കും. ഫസ്റ്റ് മൺഡേ ഓഫ് ഒക്ടോബർ ആണ് വേൾഡ് ഹാബിറ്റാറ്റ് ഡേ. ഇസ് ദിസ് ഓക്കെ? ഇതൊന്ന് ഓർത്തിരിക്കുക. ഗോട്ട് ഇറ്റ്? അപ്പൊ കുറച്ച് ഡേയ്സ്. വേൾഡ് എൻവയൺമെന്റ് ഡേ എല്ലാവർക്കും അറിയാം അല്ലെ? വേൾഡ് വാട്ടർ ഡേ എന്നാണ്, വേൾഡ് എർത്ത് ഡേ എന്നാണ്. ഇങ്ങനത്തെ കാര്യങ്ങൾ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, ഡൺ. അപ്പൊ ആ ചാപ്റ്ററും കഴിഞ്ഞു. പിന്നെ നമ്മളുടെ എൻവയൺമെന്റൽ ഇഷ്യൂസ് ആണ് അല്ലെ? പ്രൈമറി പൊല്യൂട്ടൻസ് എന്താണ്, സെക്കൻഡറി പൊല്യൂട്ടൻസ് എന്താണ്, എയർ പൊല്യൂഷനെ കുറിച്ച് അവിടെ മെൻഷൻ ഉണ്ട്. CPCBയുടെ ഒരു റിപ്പോർട്ട് പ്രകാരം എത്ര മൈക്രോൺസ് ചെറിയ പാർട്ടിക്കിൾസ് ആയിരിക്കും പൊല്യൂഷൻ കോസ് ചെയ്യുക? ശ്രീദേവി, വെരി ഗുഡ്, 2.5. ഇങ്ങനത്തെ കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. അപ്പൊ എയർ പൊല്യൂഷനിൽ അവിടെ 2 സാധനങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട് അല്ലെ? സ്ക്രബ്ബറും ഒരു ഇലക്ട്രോസ്റ്റാറ്റിക് പ്രസിപ്പിറ്റേറ്ററും. അപ്പൊ ഇതിന്റെ വർക്കിംഗ്, ഇതിന്റെ സംഭവങ്ങൾ, എന്തൊക്കെ കെമിക്കൽസ് ആണ് അവിടെ യൂസ് ചെയ്യണത്, എന്താണ് അതിന്റെ പ്രിൻസിപ്പിൾ, ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, പിന്നെ വേറൊരു ഇമ്പോർട്ടൻറ്റ് നമ്മൾ അത് പഠിക്കും. സെക്കൻഡറി പൊല്യൂട്ടൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുമ്പോൾ അതിന്റെ കൂടെ പറയാം. ഇനി എന്താണ്, കുറച്ച് കേസ് സ്റ്റഡീസ് ഒക്കെ അവിടെ ഉണ്ട്. ഒന്ന് വെറുതെ വായിച്ചു നോക്കുക. വാട്ടർ പൊല്യൂഷന്റെ ഒരു ടേബിൾ നിങ്ങൾ കണ്ടോ? 274 പേജില് ഒരു ചെറിയൊരു നീല ടേബിൾ കാണും. അത് കണ്ടിട്ടുണ്ടോ? അതില് സസ്പെൻഡഡ് കൊളോയിഡ്സ്, കൊളോയിഡൽ ഇംപ്യൂരിറ്റീസ്, ഇങ്ങനത്തെ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിന്റെ എക്സാമ്പിളും കൊടുത്തിട്ടുണ്ട്. അതൊന്ന് പഠിച്ചു വെക്കുക. ഓക്കെ, കണ്ടോ എല്ലാവരും? 274, പേജ് നമ്പർ 274. പിന്നെ അവിടെ ഒരു ഡയഗ്രാം ഉണ്ട് അല്ലെ? ഡിസോൾവ് ഓക്സിജനും BODയും ഒക്കെ തമ്മിലുള്ള റിലേഷൻഷിപ്പ് സ്ഥിരം ചോദ്യമാണ് കേട്ടോ. ഡിസോൾവ് ഓക്സിജൻ, BOD ഇതൊക്കെ വെച്ചിട്ടുള്ള ചോദ്യം സ്ഥിരമാണ്. ആൽഗൽ ബ്ലൂം എന്താണ് അല്ലെ? വളരെ എളുപ്പമുള്ള കോൺസെപ്റ്റ്സ് ആണ്. ബയോ മാഗ്നിഫിക്കേഷൻ, DDT ഉണ്ട്, മെർക്കുറി ഉണ്ട്. അതിൽ ആ ഫിഗേഴ്സ് ഒക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ബയോ മാഗ്നിഫിക്കേഷൻ ആൻഡ് ഇക്കോളജിക്കൽ ഇമ്പാക്ട് എന്താണ്? ആ ഷെല്ല് ബ്രിട്ടിൽ ആവും അല്ലെ? കാൽഷ്യം മെറ്റബോളിസത്തിനെയാണ് എഫക്ട് ചെയ്യണത്. ഇനി യൂട്രോഫിക്കേഷൻ എന്താണ്? നാച്ചുറൽ ഉണ്ട്, ആക്സിലറേറ്റഡ് യൂട്രോഫിക്കേഷൻ, മാൻമെയ്ഡ് യൂട്രോഫിക്കേഷനും അവിടെ പ്രസന്റ് ആണ്. പിന്നെ കേസ് സ്റ്റഡി ഉണ്ട്. സോളിഡ് വേസ്റ്റിനെ കുറിച്ചൊരു മെൻഷൻ ഉണ്ട്. പ്ലാസ്റ്റിക് വേസ്റ്റിനെ കുറിച്ചൊരു കേസ് സ്റ്റഡി ഉണ്ട് അല്ലെ? പിന്നെന്താണ്? റേഡിയോ ആക്ടിവിറ്റി, ഗ്രീൻ ഹൗസ് ഇഫക്റ്റിലാണ് അടുത്ത സ്ഥിരം ചോദ്യം. ഒരു പൈ ഡയഗ്രാം അവിടെ കൊടുത്തിട്ടുണ്ട്. പേജ് നമ്പർ 281. പൈ ഡയഗ്രാം ഓർമ്മയുണ്ടോ? പല ഗ്രീൻ ഹൗസ് ഗ്യാസസും അതിന്റെ പെർസെന്റേജസും കൊടുത്തിട്ടുണ്ട്. അതാണ് അടുത്ത സ്ഥിരം ചോദ്യം. ഓക്കെ, ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് എന്നാണ് പിന്നത്തെ ചോദ്യം. ഓസോൺ ഡിപ്ലീഷൻ, സ്ട്രാറ്റോസ്ഫിയറിലുള്ള ഓസോൺ, ട്രോപ്പോസ്ഫിയറിലുള്ള ഓസോൺ, ഗുഡ് ഓസോൺ, ബാഡ് ഓസോൺ എന്നുള്ള കോൺസെപ്റ്റ്. ഡിസീസസ് അല്ലെ കോസ് ബൈ ആ ഓസോൺ ഹോൾ, ഇങ്ങനത്തെ കാര്യങ്ങൾ. മോൺട്രിയാൽ പ്രോട്ടോകോൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. മോൺട്രിയാൽ പ്രോട്ടോകോൾ ഏത് വർഷമാണ് അത് സൈൻ ചെയ്തത്? മോൺട്രിയാൽ പ്രോട്ടോകോൾ വിച്ച് ഇയർ മോൺട്രിയാൽ പ്രോട്ടോകോൾ? 1987 മോൺട്രിയാൽ പ്രോട്ടോകോൾ. Okay, 1989 it became effective. Is this fine everybody? ഇനി ഏറ്റവും അവസാനം ഡീഫോറസ്റ്റേഷന്റെ ഫസ്റ്റ് പാരഗ്രാഫിൽ തന്നെ കുറച്ച് ഫിഗേഴ്സ് കാണും. പേജ് നമ്പർ 284 ആ ഫസ്റ്റ് പാരഗ്രാഫില് കുറച്ച് ഫിഗേഴ്സ് ഉണ്ട്. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇപ്പൊ തന്നെ നോട്ട് ചെയ്ത് വെക്കുക. എത്ര പെർസെന്റേജ് ഓഫ് ലാൻഡ് ആർ കവേർഡ് ബൈ ഫോറസ്റ്റ് ഇൻ ഇന്ത്യ? എത്ര പെർസെന്റേജ് ആയിട്ട് അത് ഷ്രിങ്ക് ചെയ്തു? ഇങ്ങനത്തെ കാര്യങ്ങൾ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, സ്ലാഷ് ആൻഡ് ബേൺ അഗ്രികൾച്ചർ എന്താണ്? ജും കൾട്ടിവേഷൻ വളരെ എളുപ്പമുള്ള ചാപ്റ്റർ ആണ് അല്ലെ? അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? ക്വസ്റ്റ്യൻസ് നിങ്ങൾ നോക്കിയിരുന്നോ? ക്വസ്റ്റ്യൻസ് എല്ലാരും ചെയ്ത് നോക്കിയോ? ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ടാവില്ല അല്ലെ? റെസ്പോൺസ് ഒന്നും ഇല്ലല്ലോ. ചെയ്ത് നോക്കിയിരുന്നോ? ഒരു 97 ക്വസ്റ്റ്യൻസ് ഞാൻ ഇന്നലെ അയച്ചിട്ടുണ്ടായിരുന്നു. ചെയ്തു നോക്കിയോ? ഷഹനാസ് ചെയ്തു നോക്കി. ബാക്കി എല്ലാവരോ? അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? ഷഹനാസ് മാത്രം ചെയ്തിട്ടുണ്ട്, ബാക്കി ആരും കണ്ടിട്ട് പോലും ഇല്ല അല്ലെ? സ്റ്റാർട്ട് ചെയ്യാം.
സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പൊ ഫസ്റ്റ് വൺ നോക്കുക. അപ്പൊ ആദ്യത്തെ 5 എണ്ണം ഒന്ന് വേഗം നോക്കി എല്ലാവരും. എത്ര പേര് ചെയ്തിട്ടുണ്ട് ഒന്ന് പറഞ്ഞേ, എത്ര പേര് ഇത് ചെയ്തിട്ടുണ്ട്? ആരും ചെയ്തിട്ടില്ല. ക്ലാസ്സിൽ ഇപ്പൊ 40 കുട്ടികളുണ്ട്. അതിൽ എത്ര പേര് ചെയ്തിട്ടുണ്ട്? വേഗം ഒന്ന് ആൻസർ പറഞ്ഞേ, എത്ര പേര് ചെയ്തിട്ടുണ്ട്? ആരുമില്ല അല്ലെ? അപ്പൊ ഫസ്റ്റ് വൺ ഒന്ന് വായിച്ചു ചെയ്തേ. Plants which can withstand wide range of temperature tolerance. വളരെ wide range of temperature. Questions രാവിലെയാണോ കിട്ടിയത്? Okay, that's fine. Don't worry. We'll do it right now. അല്ലേ? No worries. Eurythermic ആണ്. Eurythermic. അപ്പൊ സ്റ്റീനോതെർമിക് എന്തായിരിക്കും? നാരോ റേഞ്ച് അല്ലേ? മോണോതെർമിക് എന്ന് വെച്ചാൽ ഒരേ ഒരു ടെമ്പറേച്ചർ, ഒരു ഫുൾ ബോഡി ടെമ്പറേച്ചർ ത്രൂ ഔട്ട് ദ ഡേ ഒരേപോലെ മെയിൻറ്റെയിൻ ചെയ്യുക. അതാണ് മോണോതെർമിക്. ഓക്കെ. മീസോതെർമിക് ഈ ലെതർ ബാക്ക് ടേർട്ടിൽസ്, ഇവൻ ഡൈനോസോഴ്സ് മീസോതെർമിക് ആന്ന് പറയും. എക്ടോതേംസും എൻഡോതേംസിന്റെയും ഒരു മിഡിൽ ഗ്രൂപ്പാണ്. നൈദർ ഫുള്ളി എക്ടോതേം ഓർ ഫുള്ളി എൻഡോതേം. അതിനെയാണ് മീസോതെർമിക് എന്ന് വിളിക്കുക. ഓക്കെ. അപ്പൊ യൂറിതേർമിക് ആണ് നമ്മുടെ ആൻസർ. യെസ്. ഇനി രണ്ടാമത്തെ ചോദ്യം, ലൈഫ് ഇൻ ബയോസ്ഫിയർ ഇസ് അബണ്ടന്റ് ബിറ്റ്വീൻ. ലൈഫ് ഇൻ ബയോസ്ഫിയർ അബണ്ടന്റ് ആയിട്ടുള്ളത് ഏത് റേഞ്ചിലാണ് എന്ന് വായിച്ചു നോക്കിയിട്ട് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ആൻസർ കണ്ടുപിടിച്ചേ. ഒരു ബേസിക് ലോജിക് ഉണ്ടെങ്കിൽ നമുക്ക് ആൻസർ ചെയ്യാതെ അല്ലെ. രണ്ടാമത്തെ ചോദ്യം, ലൈഫ് ഇൻ ബയോസ്ഫിയർ ഇസ് അബണ്ടന്റ് ബിറ്റ്വീൻ. എവിടെ? ആൻസർ പറയൂ. വാട്ട് വിൽ ബി യുവർ ആൻസർ? ഏറ്റവും അബണ്ടന്റ് ആയിട്ട് എവിടെയായിരിക്കും കാണുക? ഏറ്റവും അബണ്ടന്റ് ആയിട്ട് എവിടെയായിരിക്കും കാണുക? എ അല്ലേ? ഓപ്ഷൻ എ. ഓപ്ഷൻ എ ആണ് ആൻസർ. ഓക്കെ. ഇനി അടുത്തത്, an ecological pyramid of biomass is a representation of the ecosystems. ബയോമാസ് എന്ന് വെച്ചാൽ ലിവിങ് മാറ്റർ ആണ്. അപ്പൊ ഏതായിരിക്കും ആൻസർ? the amount of living matter, അതാണ് ബയോമാസ്. അപ്പൊ ഏതായിരിക്കും ആൻസർ? വേഗം പറയുക. എനർജി ഫ്ലോ ആണോ? പോപ്പുലേഷൻ ഇൻ ഈച്ച് ഫുഡ് വെബ് ആണോ? ടിഷ്യൂ ഓർഗനൈസേഷൻ അറ്റ് ഈച്ച് ട്രോഫിക് ലെവൽ ആണോ? ഓൾ ഓഫ് ദീസ് ആണോ? എനർജി ഫ്ലോയോ? ആരത്? ഐഷ. ഐഷയ്ക്ക് എന്ത് പറ്റി? എനർജി ഫ്ലോ ആണോ ആൻസർ? പോപ്പുലേഷൻ ആണോ വരിക? സി ആണ് അല്ലേ? പ്രവീണ, സി ആണ് ആൻസർ. ഓക്കെ, വെരി ഗുഡ് പ്രവീണ. ടിഷ്യൂ ഓർഗനൈസേഷൻ, ടിഷ്യൂ കണ്ടന്റ്, ആ ബയോമാസ് കണ്ടന്റ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ. അപ്പൊ സി, ആൻസർ സി ആണ്. ഇനി, which part of the world has the highest density of organisms? ഏറ്റവും ഹയസ്റ്റ്, ഇത് വളരെ എളുപ്പമാണ് അല്ലെ? സി. ശ്രീദേവി, ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റിലാണ് മാക്സിമം ഡെൻസിറ്റി. നിങ്ങൾ ആ പ്രൈമറി പ്രൊഡക്ടിവിറ്റിയിലും ഇത് പഠിച്ചു അല്ലെ? ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ്, ഹൈലി പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരു ഇക്കോസിസ്റ്റം. TFR, ട്രോപ്പിക്കൽ TRF അല്ലെ? ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റുകളെ കുറിച്ച് പഠിച്ചു. കോറൽ റീഫുകളെ കുറിച്ച് പഠിച്ചു. കോറൽ റീഫ്സ്, ഒരു മാൻ മെയ്ഡ് ആയിട്ടുള്ള ഇക്കോസിസ്റ്റം ദാറ്റ് ഇസ് ഹൈലി പ്രൊഡക്റ്റീവ്. ഷുഗർ കെയിൻ ഫീൽഡ്, ഇതൊക്കെ ഹൈ പ്രൊഡക്റ്റീവ് ഇക്കോസിസ്റ്റത്തിൽ വരുന്നതാണ്. ഇത് മാൻ മെയ്ഡ്, ബാക്കി രണ്ടും നാച്ചുറൽ അല്ലെ? ഷുഗർ കെയിൻ ഫീൽഡ് C4 പ്ലാന്റ് ആയതുകൊണ്ടാണ് ഹൈലി പ്രൊഡക്റ്റീവ് എന്ന് പറയാൻ കാരണം. ഓക്കെ, ഇതൊന്ന് ഓർത്തിരിക്കുക. ഇനി അഞ്ചാമത്തെ ചോദ്യം, ഇൻ എ ലേക്ക് ദി അപ്പർ വാർമർ ഓക്സിജൻ റിച്ച് സർക്കുലേറ്റിംഗ് വാട്ടർ ലെയർ സോൺ ഇസ് റെഫർഡ് ടു ആസ്. ഇത് നിങ്ങളുടെ പണ്ടത്തെ NCERT ബുക്കിലുള്ള ഒരു ചോദ്യമാണ് കേട്ടോ. പണ്ടത്തെ പഴയ NCERT ബുക്കിലുള്ള ഒരു ചോദ്യമാണ്. അത് നമുക്ക് വേഗം ഒന്ന് നോക്കാം. ഇപ്പൊ ഒരു ലേക്ക് എടുക്കുകയാണെങ്കിൽ, ഈ ഷോറിന്റെ അടുത്തുള്ള റീജിയൻ, the region that is very near the shore, ഇത് ഷോർ ആണെന്ന് വയ്ക്കുക, ഇത് ലേക്കോ അല്ലെങ്കിൽ ഒരു പോണ്ട് ആണെന്ന് ഇമാജിൻ ചെയ്യുക. ഈ റീജിയനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലിറ്റോറൽ. ഓക്കെ, ഇതിനെന്ത് വിളിക്കും? ലിറ്ററൽ സോൺ അല്ലെ? ആഷേക്ക് എപ്പിലുമിനിയോൺ ആണ് ആൻസർ. ഓക്കെ. ഇനി ഈ ഓപ്പൺ റീജിയനെ നമ്മൾ എന്ത് വിളിക്കും? ലിംനറ്റിക് അല്ലെ? ലിംനറ്റിക്. ഇനി ടെമ്പറേച്ചർ അനുസരിച്ച് ഈ ലിംനറ്റിക് സോണിനെ നമുക്ക് 3 റീജിയൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഇത് ടെമ്പറേച്ചർ സോൺസ് ആണ് കേട്ടോ, ബേസ്ഡ് ഓൺ ടെമ്പറേച്ചർ.
3 റീജൻസ് ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. എപ്പി ലിംനിയോൺ അല്ലെ, ഇവിടെ ഒരു തെർമോക്ലൈൻ ഉണ്ട്, ആൻഡ് ലാസ്റ്റ് വൺ ഹൈപ്പോലിംനിയോൺ. ഓക്കെ, ഈ ഹൈപ്പോലിംനിയോണിനെയാണ് നമ്മൾ പ്രൊഫണ്ടൽ സോൺ എന്ന് വിളിക്കുക. പ്രൊഫണ്ടൽ സോൺ. അപ്പൊ ഇവിടം വരെ ലൈറ്റ് ഇത് കേറുള്ളൂ. ഇത് കഴിഞ്ഞിട്ട് തെർമോക്ലൈന്റെ താഴെ ആ ലൈറ്റ് ഉണ്ടാവില്ല. ഓക്കെ, ലൈറ്റ് കനോട്ട് പെനിട്രേറ്റ്. ഓക്കെ, ഓക്സിജൻ കണ്ടന്റ് ഇതൊക്കെ വളരെ കുറവായിരിക്കും ഇവിടെ താഴെ. മുകളിലത്തെ സോണാണ് എപ്പിലിംനിയോൺ. This is okay, upper portion. അതിനെ യൂഫോർട്ടിക് സോൺ എന്നൊക്കെ വിളിക്കും. അപ്പൊ ഇതാണ് നമ്മുടെ ആൻസർ. എപ്പിലിംനിയോൺ. തെർമോക്ലൈൻ ആണ് നടുക്കിൽ വന്നത്. അപ്പൊ ഏറ്റവും താഴത്തെ റീജിയൻ എന്ത് വിളിക്കും? ബേസ്. ആ ലേക്കിന്റെ ഏറ്റവും ബേസിനെ എന്ത് വിളിക്കും അറിയോ? നിങ്ങളൊരു ഓർഗാനിസത്തിനെ കുറിച്ച് പഠിച്ചു, ലിവിങ് അറ്റ് ദ ബേസ് ഓഫ് പെലാജിക് അല്ലെങ്കിൽ നമുക്ക് ബെന്തിക് അല്ലെ നീനു? ബെന്തിക്. ഓക്കെ, ബെന്തിക് ഓർഗാനിസംസ് ആണ് ലിവിങ് അറ്റ് ദ ബേസ്. ഓക്കെ, അപ്പൊ ബെന്തിക് സോൺ ആണ് ബോട്ടം ഓഫ് എ ലേക്ക് ഓർ റിവർ നമുക്ക് വിളിക്കാൻ പറ്റും. ഇവിടെയാണ് സെഡിമെന്റ്സ് ഉണ്ടാവുക, ലാർജ് എമൗണ്ട് ഓഫ് ഓർഗാനിക് മാറ്റർ. നമുക്കൊരു ഡൈജസ്റ്റീവ് സിസ്റ്റം ഓഫ് ദി പോണ്ട് അല്ലെങ്കിൽ ലേക്ക് എന്ന് വിളിക്കാം അല്ലെ. അവിടെയാണ് ഡീകമ്പോസിഷനും ഇതൊക്കെ നടക്കുക. ഓക്കെ, ഡൺ. ഇനി അടുത്ത ചോദ്യം നോക്കുക. ഇനി നിഷ് ഓഫ് എ പോപ്പുലേഷൻ ഇസ്. നിഷ് എന്താണ്? വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. നിഷ് എന്ന് വെച്ചാൽ എന്തായിരിക്കും? വാട്ട് ഇസ് നിഷ്? എ ആണോ ബി ആണോ? ഡു യു കോൾ ഇറ്റ് എ പ്ലേസ് വെർ ഇറ്റ് ലിവ്സ്? പ്ലേസ് മാത്രമാണോ അവിടെ പറയുന്നത്? അല്ല, സെറ്റ് ഓഫ് കണ്ടീഷൻസ് ആൻഡ് റിസോഴ്സസ് ഇറ്റ് യൂസസ്. നമ്മുടെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഇക്കോളജിസ്റ്റ് ഉണ്ട്, യൂജീൻ പി ഓഡൻ. അദ്ദേഹം ഇത് വളരെ രസകരമായിട്ട് ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. ഹാബിറ്റാറ്റ് എന്ന് പറയുന്നത് അഡ്രസ് ഓഫ് ദി ഓർഗാനിസം അല്ലെ. അപ്പൊ നിഷ് എന്താണ്? വാട്ട് ഇസ് നിഷ് ദെൻ? ഹാബിറ്റാറ്റ് എന്ന് വെച്ചാൽ അഡ്രസ്, വേർ ദാറ്റ് ഓർഗാനിസം ഇസ് ലിവിങ്. അപ്പൊ നിഷ് എന്തായിരിക്കും? അഖില ജോബ് അല്ലെ, അല്ലെങ്കിൽ പ്രൊഫഷൻ ഓഫ് ദി ഓർഗാനിസം ആണ്. ഓക്കെ, അപ്പൊ അത് എങ്ങനെ സർവൈവ് ചെയ്യണു, ഓക്കെ, എന്തൊക്കെ, വാട്ട് ഓൾ ഇറ്റ് ഇസ് ഡൂയിങ് ടു മീറ്റ് ഇറ്റ്സ് നീഡ്സ്, ഈ കാര്യങ്ങളൊക്കെ. ഓക്യുപ്പേഷൻ, യെസ് ആഷേക്. ഇപ്പൊ ഹാബിറ്റാറ്റ് അഡ്രസ് ആണെങ്കിൽ നിഷ് പ്രൊഫഷൻ ആണ്. ഇത് ഓർത്തിരിക്കുക. ഇനി അടുത്തത്, പെൻസീലിയം ഡസ് നോട്ട് അലൗ ദ ഗ്രോത്ത് ഓഫ് ബാക്ടീരിയം സ്റ്റെഫൈലോകോക്കസ്. നമ്മൾ അലക്സാണ്ടർ ഫ്ലെമിങ്ങിന്റെ എക്സ്പെരിമെന്റ് ആണ് അവിടെ പറയുന്നത്. ദിസ് സോർട്ട് ഓഫ് റിലേഷൻഷിപ്പ് ഇസ് കോൾഡ്. ഈ റിലേഷൻഷിപ്പിനെ നമ്മൾ എന്ത് വിളിക്കും? അമെൻസാലിസം അല്ലെ. അമെൻസാലിസം ചില ടെക്സ്റ്റ് ബുക്കിൽ ആന്റഗോണിസ്റ്റിക് എന്നും കൂടി പറയുന്നുണ്ട് കേട്ടോ. അമെൻസാലിസവും ആന്റഗോണിസ്റ്റിക്കും ഒന്നായിട്ട് ചില ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾ അമെൻസാലിസം എഴുതിയാൽ മതി. ഓക്കെ, ഗോട്ട് ഇറ്റ്. ഇനി അടുത്ത് നോക്കുക, എട്ടാമത്തെ ചോദ്യം. The reflectivity percentage of incident light on earth is meteorologically called dash. ഇതിനെ എന്ത് വിളിക്കും? പഠിച്ചിട്ടുണ്ടോന്ന് അറിയില്ല. It's called albedo. Okay, എത്ര ലൈറ്റ് ഓരോ സർഫസസ് റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ സ്നോയിന് ഹൈ ആൽബിഡോ ആണ്. സ്നോ വിൽ റിഫ്ലക്ട് എ ലോട്ട് ഓഫ് ലൈറ്റ്. അതേപോലെ സീ എടുക്കുകയാണെങ്കിൽ, കടൽ എടുക്കുകയാണെങ്കിൽ ആൽബിഡോ ഇസ് ലെസ്. ഓക്കെ, അങ്ങനെ ചോദിക്കാറില്ലേ? ഇത് പണ്ടത്തെ ചോദ്യമാണ്, 1996 എയിംസിൽ ചോദിച്ച ചോദ്യമാണ്. വാട്ട് ഇറ്റ്? ആൽബിഡോ എത്ര ലൈറ്റ് ഓരോ സർഫസസ് റിഫ്ലക്ട് ചെയ്യണം. സ്നോയിന് ഹൈ ആൽബിഡോ ആണ്, സീ കടലിന് ലെസ് ആൽബിഡോ ആണ്. മനസ്സിലായോ ഈ കോൺസെപ്റ്റ്? ഇനി റെഡ് ഡേറ്റ ബുക്ക് എല്ലാവർക്കും അറിയാം. എന്താണ് റെഡ് ഡേറ്റ ബുക്ക്? ആരുടെയാണ്? റെഡ് ഡേറ്റ ബുക്കിലെ ഇൻഫർമേഷൻ ആരാണ് ഫോർമുലേറ്റ് ചെയ്തേക്കുന്നത്? റെഡ് ഡേറ്റ ബുക്ക് പഠിച്ചിട്ടില്ലേ? IUCN, യെസ്, ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ ആൻഡ് നാച്ചുറൽ റിസോഴ്സസ് അല്ലെ. IUCN ബുക്കാണ് റെഡ് ഡേറ്റ ബുക്ക്. അപ്പൊ അവര് പല കാറ്റഗറീസ് ഓഫ് ആനിമൽസിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ഇല്ലേ? എക്സ്റ്റിങ്ക്ട്, ഇപ്പൊ പല ഗ്രൂപ്പ്സ് ഉണ്ട് എക്സ്റ്റിങ്ക്ട് ആയിട്ടുള്ളത്. എക്സ്റ്റിങ്ക്ട് ഇൻ ദ വൈൽഡ്, EW. പിന്നെ ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ് ഉണ്ട്, CR. ഇത് ഷോർട്ട് ഫോംസ് ആണ് കേട്ടോ. പിന്നെ ഉള്ളത് എൻഡേഞ്ചേർഡ്, വൾണറബിൾ അല്ലെ.
പിന്നെ ലീസ്റ്റ് കൺസേൺ അല്ലെങ്കിൽ നിയർ ത്രെറ്റൻഡ് ഗ്രൂപ്പ്സ് ഉണ്ട്, ലോവർ റിസ്ക് ഗ്രൂപ്പ്സ് ഉണ്ട്, ലോവർ റിസ്ക് ഗ്രൂപ്പ്സ്, നിയർ ത്രെറ്റൻഡ്, റൈറ്റ്? നിയർ ത്രെറ്റൻഡ് ആയിട്ടുള്ളത് കൺസർവേഷൻ ഡിപ്പെൻഡന്റ്, ഇതൊക്കെ പഠിച്ചിട്ടുണ്ടാവും. കൺസർവേഷൻ ഡിപ്പെൻഡന്റ് അല്ലെ, ലീസ്റ്റ് കൺസേൺ, ഇങ്ങനത്തെ പല കാറ്റഗറീസ് ആയിട്ടാണ് IUCN റെഡ് ഡേറ്റ ബുക്കിലെ അനിമൽസിനെ ക്ലാസിഫൈ ചെയ്തത്. ചിലത് എക്സ്റ്റിങ്ക്ട് ആണ്, വൈൽഡിൽ എക്സ്റ്റിങ്ക്ട് ആണ്, ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ് ആണ്, എൻഡേഞ്ചേർഡ്, വൾണറബിൾ, നിയർ ത്രെറ്റൻഡ്, കൺസർവേഷൻ ഡിപ്പെൻഡന്റ്, ലീസ്റ്റ് കൺസേൺ. ഓക്കെ, ഇങ്ങനത്തെ പല കാറ്റഗറീസ് ആയിട്ടാണ് IUCN റെഡ് ഡേറ്റ ബുക്കിൽ അനിമൽസിനെ ക്ലാസിഫൈ ചെയ്തേക്കുന്നത്. അപ്പൊ ഏതായിരിക്കും ആൻസർ? റെഡ് ഡേറ്റ ബുക്ക് ഡീൽസ് വിത്ത്, റെഡ് ഡേറ്റ ബുക്ക് ഡീൽസ് വിത്ത്, ആൻസർ എല്ലാവരും ഇടുക കേട്ടോ. ഞാൻ തന്നെ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു ഓക്കെ എ അല്ലെ, പ്ലാന്റ്സ് ഓൺ ദി വേർജ് ഓഫ് എക്സ്റ്റിങ്ഷൻ. വെരി ഗുഡ്. ഇനി അടുത്തത് നോക്കുക. Which of the following is the most convincing reason for increasing population growth in a country? ഒരു കൺട്രിയിൽ പോപ്പുലേഷൻ ഗ്രോത്ത് കൂടാനായിട്ട് മെയിൻ കാരണം ഏതായിരിക്കും? 10th one. 10th one ഏതായിരിക്കും? എല്ലാ ഓപ്ഷൻസും ഇടല്ലേ. ആഷിഖ് എ പറഞ്ഞു, ഐശ്വര്യ ബി, സി ആണ് കേട്ടോ. അസ കറക്റ്റ് ആൻസർ സി. ഹൈ പോപ്പുലേഷൻ ഓഫ് യങ് ചിൽഡ്രൻ. ഏത് ഏജ് പിരമിഡ് ആണ് നമ്മൾ എക്സ്പാൻഡിങ് അല്ലെ? ആ പ്രീ റീപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പും റീപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പ്സിലുള്ള ഗ്രാഫ് ബിഗർ ആണെങ്കിൽ പോപ്പുലേഷൻ എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കും. ഗോട്ട് ഇറ്റ്? മനസ്സിലായോ? അപ്പൊ സി ആണ് ബെസ്റ്റ് ഓപ്ഷൻ, സി. ഇനി പോസിറ്റീവ് പൊല്യൂഷൻ ഓഫ് സോയിൽ ഇസ് ഡ്യൂ ടു. പോസിറ്റീവ് പൊല്യൂഷൻ, ഇങ്ങനത്തെ ഒരു പൊല്യൂഷൻ ഉണ്ടോ? പോസിറ്റീവ് പൊല്യൂഷൻ എന്താണ്? പോസിറ്റീവ് പൊല്യൂഷൻ കേട്ടിട്ടുണ്ടോ ഈ ടേം? പോസിറ്റീവ് പൊല്യൂഷൻ ഉണ്ട്, നെഗറ്റീവ് പൊല്യൂഷൻ ഉണ്ട്. ഇങ്ങനത്തെ ഒരു ടേം കേട്ടിട്ടുണ്ടോ? പോസിറ്റീവ് പൊല്യൂഷൻ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? പോസിറ്റീവ് പൊല്യൂഷൻ എന്താണ്? നെഗറ്റീവ് പൊല്യൂഷൻ എന്താണ്? ഇപ്പൊ പോസിറ്റീവ്, അസ കറക്റ്റ് ആണ് കേട്ടോ. ഇപ്പൊ പോസിറ്റീവ് പൊല്യൂഷൻ, പോസിറ്റീവ് പൊല്യൂഷൻ എന്ന് വെച്ചാൽ നമ്മുടെ എക്സസ് ഫെർട്ടിലൈസേഴ്സ് എന്തെങ്കിലും സാധനം സോയിലിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ടാവുന്ന പൊല്യൂഷൻ. ഓക്കെ, മേ ബി എക്സസീവ് യൂസ് ഓഫ് ഫെർട്ടിലൈസേഴ്സ്, ഇത് പോസിറ്റീവ് പൊല്യൂഷൻ ആണ്. നെഗറ്റീവ് പൊല്യൂഷൻ ഉണ്ട് അല്ലെ? എന്താണ് നെഗറ്റീവ് പൊല്യൂഷൻ? വാട്ട് വിൽ ബി നെഗറ്റീവ് പൊല്യൂഷൻ? ഓവർ യൂസ് ആണ്, ഓവർ യൂസ് ഓഫ് സോയിൽ. സോയിലിന്റെ ഓവർ യൂസ് കാരണം അല്ലെങ്കിൽ സോയിലിന്റെ ലോസ്, ഇറോഷൻ കാരണം സംഭവിക്കുന്ന പൊല്യൂഷൻ ആണ് നെഗറ്റീവ്. എന്തെങ്കിലും ആഡ് ചെയ്തിട്ടുള്ള പൊല്യൂഷൻ ആണെങ്കിൽ അത് പോസിറ്റീവ്. ഓക്കെ, ഇനി വേറെ നോക്കിയുണ്ട് ലാൻഡ്സ്കേപ്പ് പൊല്യൂഷൻ. ലാൻഡ്സ്കേപ്പ് പൊല്യൂഷൻ എന്നുള്ളൊരു ടേം ഉണ്ട് അല്ലെ? എന്താണ് ലാൻഡ്സ്കേപ്പ് പൊല്യൂഷൻ? ഒരു ഫെർട്ടൈൽ ലാൻഡിനെ, ഒരു ഫെർട്ടൈൽ ലാൻഡിലേക്ക് നമ്മൾ ഗാർബേജ് ഡംപ് ചെയ്യാം, ഓർ യു ആർ പുട്ടിംഗ് സംതിങ് there, okay, dumping waste, you are dumping waste into it. So what will happen to this fertile land? It will become a barren land. ഇതിനെയാണ് ലാൻഡ്സ്കേപ്പ് പൊല്യൂഷൻ. കുറെ വേസ്റ്റ് അവിടെ ഡംപ് ചെയ്തിട്ട് നല്ലൊരു ഫെർട്ടൈൽ ആയിട്ടുള്ള റീജിയനെ നമ്മൾ ബാരൺ ആക്കി മാറ്റാം. ഇതിനെയാണ് ലാൻഡ്സ്കേപ്പ്. അപ്പൊ നമ്മുടെ ആൻസർ ഏതാണ്? പോസിറ്റീവ് പൊല്യൂഷൻ, എക്സസീവ് യൂസ് ഓഫ് ഫെർട്ടിലൈസർ. ഇസ് ദിസ് ഫൈൻ? പിടികിട്ടിയോ എല്ലാവർക്കും? ഇനി അടുത്ത് നോക്കിയാലോ, 12th one. The biome which is characterized by broad-leafed vegetation, life-resistant resinous plants, drought-evading plants. ഈ ബയോമിനെ നമ്മൾ എന്ത് വിളിക്കും? ഇത് പണ്ട് നിങ്ങൾ 10th ക്ലാസ്സിൽ ജോഗ്രഫിയിൽ പഠിച്ചിട്ടുണ്ടോ അല്ലെ? ഗ്രാസ് ലാൻഡ്സ്, തുണ്ട്ര, ടൈഗ്ര, അങ്ങനത്തെ പല പല ബയോംസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? ഓർമ്മയുണ്ടോ? ഇത് ചാപ്പറൽസ് ആണ് കേട്ടോ. ചാപ്പറൽ മെഡിറ്ററേനിയൻ സ്ക്രബ് ഫോറസ്റ്റ് ആണ്. മെഡിറ്ററേനിയൻ സ്ക്രബ് ഫോറസ്റ്റ്, അതാണ് ചാപ്പറൽസ്. സ്റ്റെപ്പീസ് അറിയോ? സ്റ്റെപ്പീസ്, വാട്ട് ആർ സ്റ്റെപ്പീസ്? ജോഗ്രഫി പഠിച്ചുള്ളവർക്കൊക്കെ ഓർമ്മയുണ്ടാവും. സ്റ്റെപ്പീസ് എന്താണ്?
grasslands in Eurasia. Okay, grasslands in Eurasia, അതാണ് steppes. പിന്നെ deciduous forest അറിയാം അല്ലെ, deciduous forest will shed their leaves once, Russian plains ലൊക്കെ കാണുന്നത്. Yes, steppes. പിന്നെ ഏതാ സവാന? സവാനാസ് എന്താണ്? സവാനയും ഗ്രാസ്ലാൻഡും തമ്മിലൊരു വ്യത്യാസം ഉണ്ടല്ലോ. സവാനാസ് മെയിൻ ഗ്രാസസ് ആണ്, പക്ഷെ സ്കാറ്റേർഡ് ട്രീസ് അവിടെ ഇവിടെയൊക്കെ കാണാം. ഷ്രബ്സും ട്രീസും സ്കാറ്റേർഡ് ആയിട്ട് നമുക്ക് കാണാം സവാനാസിൽ. ആഫ്രിക്കൻ ഗ്രാസ്ലാൻഡ്സ് തന്നെയാണ്, പക്ഷെ സ്കാറ്റേർഡ് ട്രീ ഫോംസും ഷ്രബ്സും നമുക്ക് കാണാം. ഓക്കെ, അപ്പൊ ഇങ്ങനത്തെ കോൺസെപ്റ്റ്സ് ഒന്ന് നോക്കി വെക്കുക കേട്ടോ. സ്റ്റെപ്പീസ് എന്താണ്, ചാപ്രൽസ് എന്താണ്, അല്ലെ, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും നോക്കി വെക്കുക. ഇനി അടുത്തത്, the sphere of living matter together with water, air, soil on the surface of the earth. ഇത് വളരെ എളുപ്പമാണല്ലോ. ബയോസ്ഫിയർ അല്ലെ, അറ്റ്മോസ്ഫിയർ അറിയാം, ലിത്തോസ്ഫിയർ അറിയാം, ഹൈഡ്രോസ്ഫിയർ അറിയാം. ഓക്കെ, വളരെ എളുപ്പമുള്ളത്. അത് നോക്ക്. 1997, 1998, 2001 3 തവണ എയിംസിൽ ചോദിച്ച ചോദ്യമാണിത്. ഓക്കെ, അപ്പൊ എയിംസിലും എളുപ്പമുള്ള ചോദ്യങ്ങൾ ചോദിക്കാം അല്ലെ. Recent reports of acid rain in big industrial cities are due to the effect of atmospheric pollution by excessive release of acid rain. Acid rain in the concept അതറിയായിരിക്കും. എന്താണ് ആസിഡ് റെയിൻ? റോബർട്ട് ഓഗസ്റ്റ് ആണ് അല്ലെ ആസിഡ് റെയിനിന്റെ കോൺസെപ്റ്റ് കൊണ്ടുവന്നത്. ആസിഡ് റെയിൻ, നൈട്രസ് ഓക്സൈഡ്സ്, സൾഫ്യൂറിക് ആസിഡ്, റൈറ്റ്, sulfur dioxide, burning of fossil fuels. B ആണ്, ഓപ്ഷൻ ബി. യെസ്, ഓപ്ഷൻ ബി ആണ് ആൻസർ അല്ലേ. നൈട്രിക് ആസിഡും സൾഫ്യൂരിക് ആസിഡും ഒക്കെ ഫോം ചെയ്യും. റോബർട്ട് ഓഗസ്റ്റ് പഠിച്ചിട്ടുണ്ടോ? റോബർട്ട് ഓഗസ്റ്റ്, ആസിഡ് റെയിൻ എന്നുള്ള ടേം. ഇനി, which plant species is on the verge of extinction due to over exploitation? ഓവർ എക്സ്പ്ലോയിറ്റേഷൻ കാരണം ഇപ്പൊ എക്സ്റ്റിങ്ഷൻ ഫേസ് ചെയ്യുന്ന ഒരു ചെടി ഏതാണ്? അറിയോ ഇത്? സെന്റല്ലയാണ് കേട്ടോ. സി ഓപ്ഷൻ, സെന്റല്ല. അപ്പൊ ഏതൊക്കെയാണ്? ഗ്ലോറിയോസ. ആൻസർ ബി ആണ്. ആൻസർ ബി ആണ്. പോഡോഫൈലം. പോഡോഫൈലം സാധാരണ ഹിമാലയൻ റീജൻസിലാണ് കാണുക. എൻഡമിക് ആയിട്ടുള്ള ഒരു ചെടിയാണ്. അത് ഒരു ആന്റി ക്യാൻസർ ഡ്രഗ് ഒക്കെ അതിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്യുന്നുണ്ട്. പോഡോഫില്ലോടോക്സിൻ എന്ന് പറഞ്ഞൊരു സംഭവം അതിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്യുന്നുണ്ട്. ആന്റി ക്യാൻസറസ് ആണ്. ഓവർ എക്സ്പ്ലോയിറ്റേഷൻ കാരണം, ഓവർ യൂസ് കാരണം അത് ഓൺ ദ വേർജ് ഓഫ് എക്സ്റ്റിങ്ഷൻ ആണ്. ഓക്കെ, ഗ്ലോറിയോസ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഇല്ലേ? ഗ്ലോറിയോസ സൂപ്പർബ ഓർമ്മയുണ്ടോ? ഗ്ലോറിയോസ സൂപ്പർബ ഏത് ഫാമിലി എന്ന് പറയാൻ പറ്റുമോ? നിങ്ങൾ പഠിച്ചേക്കണതാണ്. ഗ്ലോറിയോസ സൂപ്പർബ വിച്ച് ഫാമിലി? ഐശ്വര്യ ലെഗ്യുമിനോസയൊന്നുമല്ല. ഗ്ലോറിയോസ സൂപ്പർബ മോർഫോളജി എന്നുള്ള ചാപ്റ്ററിൽ പഠിച്ചൊരു ചെടിയാണ് ഗ്ലോറിയോസ സൂപ്പർബ. ലില്ലിയേസിയ ഫാമിലിയാണ്. ഫ്ലെയിം ലില്ലി, ഫ്ലെയിം ലില്ലി എന്ന് വിളിക്കും. വളരെ പ്രത്യേകത ഉള്ള ഒരു ചെടിയാണ്. ലീഫ് ടിപ്പ് മോഡിഫൈഡ് ഇൻടു ടെൻഡ്രൽസ്. അതിന്റെ ലീഫ് ടിപ്പ് ടെൻഡ്രൽസ് ആയിട്ട് മോഡിഫൈഡ് ആണ് അല്ലെ. അതിന്റെ ഫ്ലവർ യങ് ഫ്ലവർ ആവുമ്പോ ഒരു ഗ്രീനിഷ് കളറില് അതിന്റെ ഓവറിയും ആന്ത്രൊക്കെ ഉള്ളിലായിരിക്കും. അത് മെച്ചൂർ ആവുമ്പോ ഒരു യെല്ലോ ആൻഡ് ഓറഞ്ച് കളർ വരും. ആൻഡ് ദ ഫ്ലവർ ഇസ് ഗെറ്റിംഗ് ഇൻവേർട്ടഡ്. അപ്പൊ ഓവറിയും ആന്തേഴ്സ് ഒക്കെ ഇങ്ങനെ പുറത്തേക്ക് സ്റ്റിക്ക് ഔട്ട് ചെയ്യും. ഭയങ്കര പോയിസണസ് ആണ്. റാക്ടിസൈഡ് ആയിട്ട് യൂസ് ചെയ്യാം. ഓക്കെ, ഫ്ലെയിം ലില്ലി ഒന്ന് നോക്കി വെക്കുക കേട്ടോ. ഗ്ലോറിയോസ. ആൻസർ ബി ആണ്. ഇനി 16, if the rate of addition of new members increases with respect to individual host of the same population, then the graph obtained has. If the rate of addition of new members increases with respect to the individual host of the same population, then the graph obtained is. എന്തായിരിക്കും ആൻസർ? സീറോ പോപ്പുലേഷൻ ഗ്രോത്ത് ആണോ, ഡിക്ലൈൻഡ് പോപ്പുലേഷൻ ആണോ, എക്സ്പോണൻഷ്യൽ ആണോ? സി അല്ലേ? ഓപ്ഷൻ സി. ആഷേഖ്, ഓപ്ഷൻ സി. സി ആണ്. അസാ, സി ആണ് ആൻസർ. ഓക്കെ, ഇനി 17 നോക്കിയാലോ. മോഡറേറ്റ് റെയിൻഫോൾ ഡ്യൂറിങ് സമ്മർ പ്രൊഡ്യൂസേഴ്സ്. മോഡറേറ്റ് റെയിൻഫോൾ സമ്മറിൽ കിട്ടിയാൽ നമുക്ക് എന്ത് ടൈപ്പ് ഓഫ് വെജിറ്റേഷൻ ആയിരിക്കും അവിടെ കാണുക? മോഡറേറ്റ് റെയിൻഫോൾ ഉണ്ടെങ്കിൽ
എന്ത് ടൈപ്പ് ഓഫ് വെജിറ്റേഷൻ ആയിരിക്കും അവിടെ കാണാൻ? ഗ്രാസ് ലാൻഡ്സ് ആണ് കേട്ടോ, ഗ്രാസ് ലാൻഡ്സ് ആണ്. മോഡറേറ്റ് റെയിൻഫോൾ ഇൻ സമ്മർ വിൽ പ്രൊഡ്യൂസ് ഗ്രാസ് ലാൻഡ്സ്. സ്ക്രബ് ഫോറസ്റ്റില് സമ്മർ ഡ്രൈ ആണ്, നോട്ട് ചെയ്ത് വെക്കുക. സ്ക്രബ് ഫോറസ്റ്റ് സമ്മർ ഇസ് ഡ്രൈ, റെയിൻഫോൾ വിന്ററിലാണ് കാണുക. ഓക്കെ, അപ്പൊ ആൻസർ ബി ആണ്, ഗ്രാസ് ലാൻഡ്സ്. ഓക്കെ, ഇനി നോക്കുക. ദ റിലേഷൻഷിപ്പ് ഇൻ ആൻ ഇക്കോസിസ്റ്റം ക്യാൻ ബി ഡെപിക്റ്റഡ് ഇൻ. ഇക്കോസിസ്റ്റത്തിലെ പല പല റിലേഷൻഷിപ്സ് നമുക്ക് ഉണ്ടാവും അല്ലെ. 3 റിലേഷൻഷിപ്സ് നമ്മൾ ഓൾറെഡി പഠിച്ചു. ബയോമാസ് ഉണ്ട്, നമ്പർ ഉണ്ട്, എനർജി ഉണ്ട്. അപ്പൊ ആൻസർ ഏതായിരിക്കും? ആൻസർ 18 ആൻസർ ഐഷ, അലൻ, പ്രവീണ, ഡി. ഓപ്ഷൻ ഡി ആണ് അല്ലെ. ഓൾ ഓഫ് ദീസ്, പിരമിഡ് ഓഫ് എനർജി, pyramid of biomass and pyramid of numbers. Yes, Akila. ഇനി 19ാമത്തെ ചോദ്യം. The food chain in which microorganisms break down energy rich compounds synthesized by producers is called. ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലെ. എന്ത് ടൈപ്പ് ഓഫ് ഫുഡ് ചെയിൻ ആണത്? മൈക്രോ ഓർഗാനിസംസ് ആണ്. ഇപ്പൊ ബാക്ടീരിയ ആവാം, ഫംഗസ് ആവാം അല്ലെ. അത് ഏതാണ്? ഡെട്രിറ്റസ് ഫുഡ് ചെയിൻ അല്ലെ. DFC, GFC ഗ്രേസിംഗ് ഫുഡ് ചെയിനും ഡെട്രിറ്റസ് ഫുഡ് ചെയിനും നിങ്ങൾ പഠിച്ചേക്കണതാണ്, ഒന്ന് റെഫർ ചെയ്യുക. 1999 ചോദിച്ച ചോദ്യമാണ്. ഇനി എന്താണ് ഒബ്ലിഗേറ്റ് പാരസൈറ്റ്? ഒബ്ലിഗേറ്റ്, ക്യാൻ ഇറ്റ് ബി എ predator? predator അല്ല, മൈക്രോ ഓർഗാനിസം എന്ന് പറഞ്ഞിട്ടുണ്ട്. ആഷേക്, മൈക്രോ ഓർഗാനിസം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഓക്കെ, ആഷേക് മനസ്സിലായോ? സെഡ് മൈക്രോ ഓർഗാനിസം. predator മൈക്രോ ഓർഗാനിസംസ് അല്ല. ഇവിടെ ബ്രേക്കിംഗ് ഡൗൺ എനർജി റിച്ച് കോമ്പൗണ്ട് സിന്തസൈസ്ഡ് ബൈ പ്രൊഡ്യൂസേഴ്സ്. ബ്രേക്കിംഗ് ഡൗൺ ഏതാണ്? ഡീകമ്പോസിഷൻ ആണ്. ഓക്കെ ഓക്കെ, ഇനി അടുത്ത് നോക്കുക. ഒബ്ലിഗേറ്റ് പാരസൈറ്റ് എന്താണ്? വാട്ട് ഇസ് ആൻ ഒബ്ലിഗേറ്റ് പാരസൈറ്റ്? എന്താണ് ഒരു ഒബ്ലിഗേറ്റ് പാരസൈറ്റ്? നമുക്കറിയാം ഫാക്കൾട്ടേറ്റീവ്, ഒബ്ലിഗേറ്റ്, ഇങ്ങനത്തെ ടേംസ് നമ്മൾ ഓൾറെഡി പഠിച്ചേക്കണതാണ്. എന്താണ് ഒബ്ലിഗേറ്റ്? 20 എന്തായിരിക്കും ആൻസർ? 20 നമ്മൾ പഠിച്ചു. വൈറസസ് ആർ ഒബ്ലിഗേറ്റ് പാരസൈറ്റ്സ് എന്ന് പറഞ്ഞു അല്ലെ. വൈറസസ് ആർ ഒബ്ലിഗേറ്റ് പാരസൈറ്റ്സ്, ടോട്ടൽ പാരസൈറ്റ്സ് ആണ്. ലിവ് ഓൺലി ഓൺ എ ലിവിംഗ് പോസ്റ്റ്. ഗോട്ട് ഇറ്റ്? ഓക്കെ, ഇനി 21. The limiting factor in nitrification of soil is. Limiting factor of nitrification of soil എന്തായിരിക്കും? ഇതാണ് അടുത്ത ചോദ്യം. ടെമ്പറേച്ചർ അല്ല, സോയിൽ നേച്ചർ. സോയിൽ നേച്ചർ എ, ഓപ്ഷൻ എ. ഹൈഡ്രജൻ അയോൺസ് നൈട്രജൻ ഫിക്സേഷന്റെ ഒരു ഇൻഹിബിറ്റർ ആണ്. ഓക്കെ, അപ്പൊ സോയിൽ pH ആണ് അവിടെ ലിമിറ്റിംഗ് ഫാക്ടർ ആയിട്ട് ആക്ട് ചെയ്യുക. നൈട്രിഫിക്കേഷൻ ഓഫ് സോയിലിന്റെ ലിമിറ്റിംഗ് ഫാക്ടർ ഹൈഡ്രജൻ അയോൺസ്. അപ്പൊ pH ആണ് ആൻസർ വരിക. യെസ് ഐശ്വര്യ, ഗ്രേസ്. ഓക്കെ, ഇനി ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് സോഴ്സ് ഓഫ് എനർജി ഓൺ എർത്ത്. 2000 ചോദിച്ച എയിംസിന്റെ ചോദ്യമാണ്. എത്ര എളുപ്പം നോക്കുക. ഏതാണ് മെയിൻ സോഴ്സ്? ATP, അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ്സ് ആണ്. യെസ്. ഇനി 23. A person is suffering from impaired nervous system and madness after prolonged consumption of polluted water. Which metal is responsible for it? Nervous system ബാധിക്കുന്നത് ഏതാണ്? 23rd one. ATP. ശ്രീദേവി, മെർക്കുറി അല്ല, മെർക്കുറി അല്ല. prolonged consumption of lead ആണ് കേട്ടോ. ഡി, ഓപ്ഷൻ ഡി. 23D ആണ്, lead poisoning ആണ്. It's affecting your nervous system. Okay, അതൊന്ന് ഓർത്തിരിക്കുക. lead poisoning. ഇനി മോസ്റ്റ് ഓഫ് ദ പ്ലാന്റ്സ്, ഇത് നിങ്ങൾ മറ്റേ മെർക്കുറി പോയിസണിങ്ങിനെ എന്ത് വിളിക്കും? മെർക്കുറി പോയിസണിങ് ഇത് പഠിച്ചിട്ടുണ്ടോ? മെർക്കുറി ഒരു ബയോമാഗ്നിഫിക്കേഷന്റെ എക്സാമ്പിൾ ആയിട്ട് പഠിച്ചിട്ടുണ്ട്. മിനാമാറ്റ ഓർമ്മയുണ്ടോ? മിനാമാറ്റ ഡിസീസ് അല്ലെ. ജപ്പാനിലെ മിനാമാറ്റ ബേ, അവിടെയായിരുന്നു ആദ്യം അത് നോട്ട് ചെയ്തത്. മിനാമാറ്റ. ദെൻ കാഡ്മിയം പോയിസണിങ് ആണെങ്കിലോ? കാഡ്മിയം ഹെവി മെറ്റൽ പോയിസണിങ് ആണ് കേട്ടോ. അത് ഹെവി മെറ്റൽ പോയിസണിങ്. കാഡ്മിയം പോയിസണിങ് ആണെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഡിസീസ് പറയൂലോ. ഇറ്റ്സ് കോൾഡ് ഇറ്റ ഡിസീസ്.
അല്ലെ? ഇറ്റായിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഔച്ച് ഔച്ച് എന്നാണ്, ഭയങ്കര വേദനയായിരിക്കും, ബോഡി വെരി പെയിൻഫുൾ. ഇറ്റായിട്ട, ഔച്ച് ഔച്ച് അല്ലെ? ഇറ്റായിട്ട ഡിസീസ്. ഇനി ആർസനിക് ആണെങ്കിലോ, ആർസനിക് പോയ്സണിങ്, ബ്ലാക്ക് ഫുട്ട് ഡിസീസ്. ഓക്കെ, ബ്ലാക്ക് ഫുട്ട് ഡിസീസ്. ഓക്കെ, അപ്പൊ ഇങ്ങനത്തെ പല ഡിസീസസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഹെവി മെറ്റൽ പോയ്സണിങ്, അതൊന്ന് നോക്കിയിട്ട് പോവുക. ഇനി അടുത്തത്, most of the plants cultivated in agriculture actually belong to which succession level? അപ്പൊ നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യാണ്, ആദ്യം ഫീൽഡൊക്കെ ക്ലിയർ ചെയ്തു, ഫീൽഡൊക്കെ ക്ലിയർ ചെയ്തിട്ട് നമ്മൾ പ്ലാന്റ്സ് കൾട്ടിവേറ്റ് ചെയ്യാണ്. ഇത് ഏത് ടൈപ്പ് ഓഫ് സക്സഷൻ ആയിരിക്കും? ഏത് ടൈപ്പ് ഓഫ് സക്സഷൻ ആയിരിക്കും? ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുണ്ട്. ഏർലി അല്ല, ഏർലി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏർലി സക്സഷനിൽ, ഏർലി സെക്കൻഡറി സക്സഷനിൽ നമ്മൾ അത് ക്ലിയർ ചെയ്തിട്ട് ജസ്റ്റ് സ്റ്റാർട്ടിങ് ആണ് അല്ലെ? ലേറ്റ് സെക്കൻഡറി സക്സഷൻ, മോസ്റ്റ് പ്ലാന്റ്സ് കൾട്ടിവേറ്റഡ് ഇൻ, അപ്പൊ ഡി ആണ് കേട്ടോ. ഏർലിയും ലേറ്റും അവിടെ കൊടുത്തിട്ടുണ്ട്, ഡി ആണ് ഏറ്റവും നല്ല ഓപ്ഷൻ. ഏർലി സെക്കൻഡറി സക്സഷനിൽ ആ ലാൻഡ് ഫാലോ ആയിട്ട് കിടക്കുന്നു, പിന്നെ നമ്മൾ കൾട്ടിവേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പൊ ഏർലി സ്റ്റേജസിൽ അത് ഫാലോ ആണ്. ലേറ്റ് സെക്കൻഡറി സക്സഷൻ ആയിരിക്കും. ഇപ്പൊ ലേറ്റും ഏർലിയും കൊടുത്തോണ്ടാണ് ആ കൺഫ്യൂഷൻ. ലേറ്റ് ഇടുകയാണ് ഏറ്റവും സേഫ്. ഓക്കെ, ഡി. ഷെഹനാസ്, ഐശ്വര്യ, ഡി. ഓക്കെ, ഇനി അടുത്തത്, mutualism is found in. Mutualism is found in. Okay, mutualism, zoochlorellae hydraeum എഴുതാണ് ഏറ്റവും നല്ലത്. Okay, facultative on the Gopika, what is that? Zoochlorellae and hydra, 25C ആണ്. hermit crab and sea anemone ഒരു commensalistic relationship എന്ന് പറയാം. ഓക്കെ, ഓക്സും ഓക്സ് പെക്കർ ആൻഡ് റൈനോസറസ് പ്രോട്ടോ കോപ്പറേഷൻ ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോട്ടോ കോപ്പറേഷൻ അവര് സിംബയോട്ടിക് ഒക്കെ തന്നെയാണ്, പക്ഷെ ഒരു ഒബ്ലിഗേറ്റ് റിലേഷൻഷിപ്പ് അല്ല. ഓക്സ് പെക്കർ ആൻഡ് റൈനോസറസ് ഇവര് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, പക്ഷെ ഇതൊരു ഒബ്ലിഗേറ്റ് റിലേഷൻഷിപ്പ് അല്ല. ഫാക്കൾട്ടേറ്റീവ് മ്യൂച്വലിസം. ഓക്കെ, ദാറ്റ്സ് ഫൈൻ. ഏറ്റവും നല്ല ആൻസർ സൂക്ലോറല്ല ആൻഡ് ഹൈഡ്ര ആണ് കേട്ടോ. അവിടെ സിലിൻഡ്രേറ്റ്സിലാണ് സൂക്ലോറല്ല കാണുക. ഈക്കോളൈ ആൻഡ് മാൻ, ഈക്കോളൈ വൈറ്റമിൻ കെ അബ്സോർപ്ഷൻ ഒക്കെ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, പക്ഷെ ഡിസീസ് കോസിംഗും ഉണ്ട് അല്ലെ? hope it's fine everybody. ഏറ്റവും നല്ല ഓപ്ഷൻ സി ആണ്. ഹെർമിറ്റ് ക്രാബും സീ ആനിമോൺ രണ്ടും ഹെൽപ്പ് ഒക്കെ ഉണ്ട്, പക്ഷെ ഒരു ഓക്കെ, ഏറ്റവും നല്ല ഓപ്ഷൻ സി ആണ്. ബെസ്റ്റ് ഓപ്ഷൻ ചൂസ് ചെയ്യാം. ഓക്കെ, ഇനി നോക്കാം അടുത്തത്. ഇത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടോന്ന് അറിയില്ല, ഒന്ന് വായിച്ചു നോക്കിയേ. സം സ്റ്റുഡൻസ് ഡ്യൂറിങ് എ സ്റ്റഡി കോട്ട്, മാർക്ഡ് ആൻഡ് റിലീസ്ഡ് 80 ഫിഷ്. പിടിച്ചു, അതിനെ മാർക്ക് ചെയ്തു. 80 ഫിഷിനെ തിരിച്ച് പോണ്ടിലേക്ക് വിട്ടു. ലേറ്റർ 100 fish were caught in random. Among these, 40 were found to be marked. What is the approximate number of fish in the pond? ഇതിനെയാണ് നമ്മൾ catch and recatch അല്ലെങ്കിൽ capture and recapture method എന്ന് വിളിക്കുക. പഠിച്ചിട്ടുണ്ടോ ഇത്? റിലേറ്റീവ് പോപ്പുലേഷൻ ഡെൻസിറ്റി. ഇപ്പൊ നമുക്കൊരു പോണ്ടില് കറക്റ്റ് ആയിട്ട് എത്ര ഫിഷ് ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? വെള്ളത്തിൽ ചാടി ഓരോ ഫിഷിനെ കൗണ്ട് ചെയ്യാൻ പറ്റുമോ? ഇറ്റ്സ് നോട്ട് പ്രാക്ടിക്കലി പോസിബിൾ അല്ലെ? കറക്റ്റ് നമ്പർ അല്ലെങ്കിൽ ഒരു അപ്രോക്സിമേറ്റ് നമ്പർ അറിയാനായിട്ട് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ക്യാപ്ചർ റീക്യാപ്ചർ മെത്തേഡ്. ഓക്കെ, ഇത് പീറ്റർസൺ എന്ന് പറഞ്ഞൊരു സയന്റിസ്റ്റിനെയാണ്. പീറ്റർസൺസ് ക്യാപ്ചർ റീക്യാപ്ചർ മെത്തേഡ്. ഇത് പഠിച്ചിട്ടുണ്ടോ നിങ്ങള്? അതിലൊരു ഫോർമുല ഉണ്ട് കേട്ടോ. ആ ഫോർമുല വെച്ചിട്ടാണ് ഈ ക്വസ്റ്റിന് ഒരു ആൻസർ ചെയ്തേക്കുന്നത്. P ഈക്വൽ ടു, ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. ഇത് അങ്ങനെ ചോദിക്കാറൊന്നുമില്ല, പക്ഷെ എന്നാലും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ആകെ ഒരു തവണ ചോദിച്ചിട്ടുള്ളൂ. ഓക്കെ, R പ്ലസ് U ബൈ R. എളുപ്പമാണ്, വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. R പ്ലസ് U ബൈ R. അപ്പൊ നോക്കുക, M എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താന്ന് എഴുതാം? നമ്പർ ഓഫ് മാർക്ഡ് ഫിഷ്. നമ്പർ ഓഫ് മാർക്ഡ് ഫിഷ്. എത്ര ഫിഷിനെ നമ്മൾ മാർക്ക് ചെയ്തു? ആദ്യം പിടിക്കും. ഓക്കെ, ആദ്യം പിടിച്ചിട്ട് കുറച്ച് ഫിഷിനെ നമ്മൾ ആ പിടിച്ച ഫിഷിനെയൊക്കെ നമ്മൾ മാർക്ക് ചെയ്യും.
എന്നിട്ട് അതിനെ റിലീസ് ചെയ്യും. പിന്നെയും നമ്മൾ പിടിക്കും. അപ്പൊ പിടിക്കുമ്പോ നമ്മൾ ചിലപ്പോൾ മാർക്ക് ചെയ്ത കുറച്ച് ഫിഷിനെ പിടിക്കും, മാർക്ക് ചെയ്യാത്തതും കുറച്ചെണ്ണം ഉണ്ടാവും. ഓക്കെ, എന്നിട്ട് ഇത് തമ്മിലുള്ള ഒരു റേഷ്യോ ഈ ഫോർമുല വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പൊ ആ ഫോർമുല നോക്കുക. M = നമ്പർ ഓഫ് മാർക്ക്ഡ് ഫിഷ്. R എന്ന് വെച്ച് കഴിഞ്ഞാൽ number of marked fish recaptured. Okay, number of marked fish recaptured. ആദ്യം പിടിച്ചതാണിത്, പിന്നെ നമ്മൾ അതിനെ റിലീസ് ചെയ്തു, പിന്നെ ഒരു തവണ കൂടി പിടിച്ചു, റീക്യാപ്ചർ ചെയ്ത എത്ര മാർക്ക്ഡ് ഫിഷ് ഉണ്ട്. ഓക്കെ, യു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്പർ ഓഫ് അൺമാർക്ക്ഡ് ഫിഷ്. നമ്പർ ഓഫ് അൺമാർക്ക്ഡ് ഫിഷ് ആണ് യു. ഓക്കെ, അപ്പൊ ഇത് വെച്ചിട്ടൊന്ന് വേഗം കാൽക്കുലേറ്റ് ചെയ്ത ആൻസർ പറഞ്ഞേ. വേഗം ഒന്ന് പറയൂ ആൻസർ. അപ്പോ 80, ഇത് 80 ആണ് അല്ലെ, ഇത് 40 ആണ്. നമ്പർ ഓഫ് മാർക്ക്ഡ് ഫിഷ് റീക്യാപ്ചേർഡ് 40. പിന്നെ എത്രയാ നമ്പർ ഓഫ് അൺമാർക്ക്ഡ് ഫിഷ് എന്തായിരിക്കും? അപ്പോ നമ്പർ ഓഫ് അൺമാർക്ക്ഡ് ഫിഷ്, ഹൗ വിൽ യു ഫൈൻഡ് ദ നമ്പർ? ടോട്ടൽ 100 ആണ് അല്ലെ, 40 എണ്ണം റീക്യാപ്ചർ ചെയ്തപ്പോ കിട്ടി, അപ്പൊ -40, 60 ഫിഷ് ആണ് അൺമാർക്ക്ഡ് ആണ് കിട്ടിയത്. ആൻസർ 200 ആണ് അല്ലെ, 26C 200. ഓക്കെ, അപ്പൊ ഇത് 2001 ചോദിച്ചൊരു ചോദ്യമാണ്. പീറ്റർസൺസിന്റെ മാർക്ക് ആൻഡ് അൺമാർക്ക് ക്യാപ്ചർ ആൻഡ് റീക്യാപ്ചർ മെത്തേഡ്. ഇതൊന്നും ഓർത്തിരുന്നോളൂ, വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല അല്ലെ. റിലേറ്റീവ് പോപ്പുലേഷൻ ഡെൻസിറ്റിയിൽ വരുന്നതാണ്. when you want to find out when it is very difficult to find out the exact number, നമുക്ക് ഈ മെത്തേഡ് യൂസ് ചെയ്യാം. ഓക്കെ, ആൻഡ് പോപ്പുലേഷൻ, ഫിഷ് പോപ്പുലേഷനിലൊക്കെ യൂസ് ചെയ്യുന്ന മെത്തേഡാണ് ഇത്. ഓക്കെ, 200 ആൻസർ. ഓക്കെ, ഇനി അടുത്തത് വളരെ എളുപ്പമുള്ള ചോദ്യം. ഗ്രീൻ മഫ്ലർ is used against which type of pollution? ഗ്രീൻ മഫ്ലേഴ്സ് എന്താണ്? ട്രീസ് ആണ് അല്ലെ. they have the ability to absorb sound. മഫ്ലേഴ്സ് ആയിട്ട് യൂസ് ചെയ്യാം. അപ്പൊ നോയ്സ് പൊല്യൂഷൻ. നോയ്സ് പൊല്യൂഷൻ. when was noise considered as a pollution? നോയ്സിനെ പൊല്യൂട്ടന്റ് ആയിട്ട് കൺസിഡർ ചെയ്തത് എപ്പോഴാണ്? ആ വർഷം ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ടല്ലോ. when was noise considered a pollutant? അറിയോ? when was noise considered as a pollutant? 1987. ആ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ട് കേട്ടോ, അതൊന്ന് നോക്കാം. നോയ്സ് പൊല്യൂഷൻ ആക്ട് 1981 അല്ലെ, അതൊന്ന് നോക്കുക. ഇനി the abundance of species population within its habitat. Abundance of species population within its habitat നമുക്ക് എന്ത് വിളിക്കാം? What will you call it? Abundance of species population within its habitat. അതെന്താ വിളിക്കുക? റിലേറ്റീവ് ഡെൻസിറ്റിയും അബ്സല്യൂട്ട് ഡെൻസിറ്റി അല്ല, റീജിയണൽ ഡെൻസിറ്റിയും അല്ല. ഇപ്പൊ എന്തായിരിക്കും? നിഷ് ഡെൻസിറ്റി. ഓക്കെ, ഒരു ഹാബിറ്റാറ്റില് ആ ഇതിന്റെ മാക്സിമം അബണ്ടൻസിനെ വിളിക്കുന്നതാണ് നിഷ് ഡെൻസിറ്റി. അത് നോട്ട് ചെയ്ത് വെക്കുക. അടുത്ത് നോക്കാം. മിസ്റ്റർ എക്സ് is eating yogurt. For this food intake in the food chain, he should be considered occupying ഏത് ട്രോഫിക് ലെവലിലായിരിക്കും മിസ്റ്റർ എക്സ്? ഏത് ട്രോഫിക് ലെവലിലായിരിക്കും മിസ്റ്റർ എക്സ് വരിക? മിസ്റ്റർ എക്സ് യോഗേർട്ട് കഴിക്കുകയാണ്. അപ്പൊ എന്തായിരിക്കും ഇത് നോക്കുക. ഫസ്റ്റ് ട്രോഫിക് ലെവലില് നമ്മളുടെ ഇതാണ് ഫസ്റ്റ് ട്രോഫിക് ലെവൽ അല്ലെ, പ്ലാന്റ്സ് വരും. ഓക്കെ, പിന്നെ ഫസ്റ്റ് ട്രോഫിക് ലെവൽ പ്രൊഡ്യൂസേഴ്സ് ആണ്. ഫസ്റ്റ് ട്രോഫിക് ലെവൽ പ്രൊഡ്യൂസേഴ്സ്. സെക്കൻഡ് ട്രോഫിക് ലെവലില് ആരാ വരിക? ഹെർബിവോർസ്. ഹെർബിവോർസ് വരും. ഓക്കെ, സോ ദിസ് ഇസ് ദ സെക്കൻഡ് ട്രോഫിക് ലെവൽ. അപ്പൊ ഇതിനെ പ്രൈമറി കൺസ്യൂമേഴ്സ് എന്ന് വിളിക്കാം. ഇനി herbivore, നമ്മുടെ കൗ, right? Cow is producing milk. From milk you are making yogurt, right? And Mr. X is eating that. അല്ലെ, അപ്പൊ ആള് ഏത് ട്രോഫിക് ലെവലിലാണ് വരിക? He will come in third ട്രോഫിക് ലെവലിൽ വരും.
right? He will come in third trophic level, right? He's a secondary consumer ആണ്. Secondary consumer ആയിട്ട് വരും. Got it? അപ്പൊ ആൻസർ സി 29 സി ആണ് ആൻസർ. ഓക്കെ, അപ്പൊ ഇതേപോലത്തെ ചോദ്യങ്ങൾ വരാം. ചില ഓർഗാനിസത്തിന് 2 ട്രോഫിക് ലെവൽസ് ഉണ്ടാവാം, ഇല്ലേ? യു ഹാവ് ലേൺഡ് അബൌട്ട് ഇറ്റ്, റൈറ്റ്? പഠിച്ചിട്ടുണ്ടോ? 2 ട്രോഫിക് ലെവൽസ് ഓക്യുപ്പൈ ചെയ്യാം ചില ഓർഗാനിസംസ്. ഒന്നുമില്ലെങ്കിൽ അത് ഹെർബിവോർസ് ആയിട്ടും, റൈറ്റ്? ഓക്കെ, 2 ട്രോഫിക് ലെവൽസ്, ദാറ്റ്സ് ഓൾസോ പോസിബിൾ. യെസ്. ഇനി അടുത്ത് നോക്കുക, 30. ജൂലൈ 11th ഏത് ഡേ ആണ്? ജൂലൈ 11th വേൾഡ് പോപ്പുലേഷൻ ഡേ. യെസ്, വേൾഡ് പോപ്പുലേഷൻ ഡേ ആണ് കേട്ടോ. അപ്പൊ നോ ടുബാക്കോ ഡേയോ? നോ ടുബാക്കോ ഡേ, നോ ടുബാക്കോ ഡേ May 31st. ഓക്കെ, പിന്നെന്താണ്? വേൾഡ് എൻവയൺമെന്റ് ഡേ നമുക്കറിയാം. വേൾഡ് എൻവയൺമെന്റ് ഡേ June 5th, അല്ലെ? വേൾഡ് ഹെൽത്ത് ഡേയോ? വേൾഡ് ഹെൽത്ത് ഡേ April 7th, ശ്രീദേവി. അപ്പൊ ഇത് നോട്ട് ചെയ്ത് വെക്കുക, ഞാൻ പറഞ്ഞു ഡേയ്സ് നോക്കണമെന്ന്. ഇനി 31, ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ് ഇസ് എ മെഷർ ഓഫ്. ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ്, BOD, അല്ലെ? എന്താണത്? ഹൈലി പൊല്യൂട്ടഡ് ആയിട്ടുള്ള ഒരു വാട്ടർ ബോഡി ആവുമ്പോൾ BOD കുറയോ കൂടുവോ? ഹൈലി പൊല്യൂട്ടഡ് ആയിട്ടുള്ള വാട്ടറിൽ BOD കുറവായിരിക്കോ കൂടുതലായിരിക്കോ? പൊല്യൂഷൻ ഇൻക്രീസ് ചെയ്യുമ്പോൾ BOD ഇൻക്രീസ് ചെയ്യും, അല്ലെ? അപ്പൊ BOD is an indicator, കൂടും. യെസ്, BOD is an indicator of water pollution. BOD വാട്ടർ പൊല്യൂഷന്റെ ഒരു ഇൻഡിക്കേറ്റർ ആണ്. യെസ്. ഇനി BOD എന്താന്ന് അറിയാലോ, അല്ലെ? amount of oxygen required by a microorganism to degrade or decompose organic matter in 1 liter of water. Okay, Mohammad, ഇവിടെ ഉണ്ടായിരുന്നോ Mohammad? Okay, Gopika. ഇനി അടുത്തത് 32, drinking mineral water with very low level of pesticides for long periods. എന്ത് സംഭവിക്കും? നമ്മൾ പെസ്റ്റിസൈഡ് കണ്ടന്റ് ഉള്ള വെള്ളം കുറച്ചേ ഉള്ളൂ, വളരെ കുറവ് ppm ആണ്, പക്ഷെ prolonged period of ടൈമിൽ നമ്മൾ ഇത് കുടിച്ചോണ്ടേയിരിക്കുകയാണ്. So what can happen to you? 32, what can happen? ബയോ മാഗ്നിഫിക്കേഷൻ എന്നൊക്കെ ഉള്ള കോൺസെപ്റ്റിൽ നിന്നാണ് വരുന്നത്. സ്ലോ ആയിട്ട് ഇങ്ങനെ അക്യൂമുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ലീഡ് ടു അക്യൂമുലേഷൻ ഓഫ് പെസ്റ്റിസൈഡ് റെസിഡ്യൂസ് ഇൻ ബോഡി ഫാറ്റ്. ഓക്കെ, സ്ലോ ആയിട്ട് അത് അക്യൂമുലേറ്റ് ചെയ്യാൻ തുടങ്ങും. Got it? ഓക്കെ അല്ലേ? ഇനി 33, which of the following is a matching pair of certain organisms and kind of association? കറക്റ്റ് മാച്ച് ആണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, ഷാർക്കും സക്കർ ഫിഷ് നിങ്ങൾ കമൻസാലിസത്തിലല്ലേ പഠിച്ചത്? കമൻസാലിസ് അല്ല. ആൽഗെ ആൻഡ് ഫംഗൈ ഇൻ ലൈക്കൻസ്, മ്യൂച്വലിസം. ഓർക്കിഡ്സ് ഗ്രോയിങ് ഓൺ ട്രീസ്, പാരസൈറ്റിസം. കസ്ക്യൂട്ട ഗ്രോയിങ് ഓൺ അതർ ഫ്ലവറിംഗ് പ്ലാന്റ്സ്, എപ്പിഫൈറ്റിസം. അപ്പൊ ബി അല്ലേ ആൻസർ? ബി, ആൽഗെ ആൻഡ് ഫംഗസ് ലൈക്കൻസിൽ വരുന്നത് മ്യൂച്വലിസ്റ്റിക് റിലേഷൻഷിപ്പ് ആണ്. ഓർക്കിഡ്സ് ഗ്രോയിങ് ഓൺ ട്രീസ് എപ്പിഫൈറ്റിക് ആണ്. കസ്ക്യൂട്ട പാരസൈറ്റിക് ആണ്. Got it? B. ഇനി 34, photochemical. Okay, photochemical smog formed in congested metropolitan cities mainly consist of. photochemical smog മെയിൻ ആയിട്ട് എന്തൊക്കെ ഉണ്ടാവും? photochemical smog, നിങ്ങൾ ലണ്ടൻ സ്മോഗ്, ലോസ് ആഞ്ചലസ് സ്മോഗ് ഇതൊക്കെ പഠിച്ചിട്ടുണ്ടോ? ലണ്ടൻ സ്മോഗ് എന്താണ്? ക്ലാസിക്കൽ സ്മോഗ് ആണ്, അല്ലെ? പിന്നെ ഫോട്ടോ കെമിക്കൽ സ്മോഗ് ഉണ്ട്. എന്തൊക്കെയായിരിക്കും അതിൽ കാണുക? യെസ്, ഓസോൺ ഉണ്ട്, പെറോക്സി അസിറ്റൈൽ നൈട്രേറ്റ്, പാൻ, അല്ലെ? പാൻ ഒരു സെക്കൻഡറി പൊല്യൂട്ടന്റ് ആണ്. പിന്നെ ഏതാ? നൈട്രസ് ഓക്സൈഡ്സ് കാണാം, നൈട്രസ് ഓക്സൈഡ്സ് കാണാം, ഓസോൺ കാണാം, അല്ലെ? പാൻ, പെറോക്സി അസിറ്റൈൽ നൈട്രേറ്റ്സ് ഇതൊരു സെക്കൻഡറി പൊല്യൂട്ടന്റ് ആണ്. സെക്കൻഡറി പൊല്യൂട്ടന്റ്. പ്രൈമറി പൊല്യൂട്ടൻസ് റിയാക്ട് ചെയ്തിട്ട് ഫോം ചെയ്യുന്നതാണ് സെക്കൻഡറി പൊല്യൂട്ടന്റ്. ക്ലാസിക്കൽ സ്മോഗോ? ലണ്ടൻ സ്മോഗ് എന്ന് പറയുന്നത് പഠിച്ചിട്ടുണ്ടോ? ലണ്ടൻ സ്മോഗ് എവിടെ? ലണ്ടൻ സ്മോഗ് ആരെങ്കിലും പഠിച്ചിട്ടുണ്ടോ? ലണ്ടൻ സ്മോഗും ഉണ്ട്, ലോസ് ആഞ്ചലസ് സ്മോഗും ഉണ്ട്. ലോസ് ആഞ്ചലസ് സ്മോഗ് ആണ് ഫോട്ടോ കെമിക്കൽ സ്മോഗ്, ക്ലാസിക്കൽ സ്മോഗ്.
മറ്റേത് ഹൈഡ്രജൻ സൾഫൈഡ്, സൾഫർ ഡയോക്സൈഡ് അല്ലെ, സ്മോക്ക്, ഡസ്റ്റ്, ഇങ്ങനത്തെ സംഭവങ്ങളാണ് മെയിൻ ആയിട്ട് കാണുക ക്ലാസിക്കൽ സ്മോക്കിൽ. റെഡ്യൂസിങ് സ്മോക്ക്. യെസ് ആഷേഖ്. ഓക്കെ. ഇനി അടുത്ത് നോക്കുക. In almost all Indian metropolitan cities like Delhi, the major atmospheric pollutant is. Major atmospheric pollutant എന്താണ്? മിക്ക മെട്രോപോളിറ്റൻ സിറ്റീസിലും ഏറ്റവും മേജർ ആയിട്ടുള്ള പൊല്യൂട്ടിംഗ് ഫാക്ടർ എന്തായിരിക്കും? SPM. എന്താണ് SPM? SPM എന്താണ്? What is SPM? ഫുൾ ഫോം അറിയോ ആർക്കെങ്കിലും? SPM എന്ന് വെച്ചാൽ എന്താണ്? അവിടെ ഒന്ന് ടൈപ്പ് ചെയ്യാ, ഒന്ന് ടൈപ്പ് ചെയ്യൂ. എന്താണ് SPM? എവിടെ? ആഷിഖ്, ഗ്രേസ്, അസ. സസ്പെൻഡഡ് പാർട്ടിക്കുലേറ്റ് മാറ്റർ ആണ്. റൈറ്റ് അലൻ? സസ്പെൻഡഡ് പാർട്ടിക്കുലേറ്റ് മാറ്റർ ആണ് SPM. ഓക്കെ, വൺ ഓഫ് ദ മേജർ പൊല്യൂട്ടൻസ്. ഓക്കെ. ഇനി ഒരു മാപ്പ് അവിടെ കൊടുത്തിട്ടുണ്ട്. അത് ഏത് റീജിയൻ ആണ്? ഗുജറാത്ത് ആണ് കാണിക്കുന്നത് അല്ലെ. ഗുജറാത്ത്, ആ കച്ച്, ആ ഭാഗങ്ങളാണ് കാണിക്കുന്നത്. അവിടെ കാണുന്ന ഒരു മൃഗം ഏതാണ്? Which is that animal found there? അവിടെ ഒരു നാഷണൽ പാർക്ക് ഒക്കെ ഉണ്ട്. ലയൺ അല്ല. Okay, this map given below indicates former and the present distribution. Okay, former distribution. Oh, അത് ക്ലിയർ ആണോ എന്ന് എനിക്കറിയില്ല. ഫോമർ ഡിസ്ട്രിബ്യൂഷനും പ്രസന്റ് ഡിസ്ട്രിബ്യൂഷനും. പ്രസന്റ് ഡിസ്ട്രിബ്യൂഷൻ ആ ചെറിയൊരു ഭാഗം മാത്രമേ ഉള്ളൂ, ആ റാൺ ഓഫ് കച്ച് മാത്രമേ ഉള്ളൂ. ആദ്യം ഒരു അറ്റത്ത് നിന്ന് പാകിസ്ഥാൻ ആ റീജിയനിലേക്കൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോ I don't know whether you're able to see it. ചെറിയൊരു ബ്ലാക്ക് മാർക്കാണ് ഇപ്പത്തെ ഡിസ്ട്രിബ്യൂഷൻ. അത് ഏത് ആനിമൽ ആണെന്നാണ് ചോദിച്ചത്. ഓക്കെ, അത് ലയൺ അല്ല. ലയൺ ഇറ്റ് വാസ് ഓൾമോസ്റ്റ് ബ്ലാക്ക് ബക്കും അല്ല. എ ആണ് വൈൽഡ് ആസ്. ഓക്കെ, റാൺ ഓഫ് കച്ച് ഭാഗത്തിൽ കാണുന്ന ആനിമൽ, ആ റീജിയനിൽ മാത്രമേ ഇപ്പൊ ഉള്ളൂ, വൈൽഡ് ആസ്. ഓക്കെ, 2003 ചോദ്യമാണ്. ഇനി ദ ഗ്രേറ്റ് ബാരിയർ റീഫ് അലോങ് ദ ഈസ്റ്റ് കോസ്റ്റ് ഓഫ് ഓസ്ട്രേലിയ. പോപ്പുലേഷൻ ആണോ, കമ്മ്യൂണിറ്റി ആണോ, ഇക്കോസിസ്റ്റം ആണോ, ബയോം ആണോ? ഏതായിരിക്കും ആൻസർ? ദ ഗ്രേറ്റ് ബാരിയർ റീഫ്. വേഗം പറയാ, ഇത് വളരെ എളുപ്പമാണ്. ഗ്രേറ്റ് ബാരിയർ റീഫ് സി ആണ്, ഇക്കോസിസ്റ്റം ആണ് അല്ലെ. പല ടൈപ്പ് ഓഫ് ഓർഗാനിസംസ് അവിടെ കാണും. അതൊരു ഇക്കോസിസ്റ്റം തന്നെയാണ്. ഇനി nitrogen oxides produced from the emission of automobiles and power plants are the source of fine airborne particles which lead to. ഇത് നമ്മുടെ ആസിഡ് റെയിനിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? ആസിഡ് റെയിനിൽ അല്ലെ, ആസിഡ് റെയിനിൽ ഒരു കോൺസെപ്റ്റ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. എന്താണത്? വാട്ട് വാസ് ദ മെയിൻ കോൺസെപ്റ്റ്? ഡ്രൈ ഡെപ്പോസിഷൻസും ഡ്രൈ ആസിഡ് ഡെപ്പോസിഷൻസും വെറ്റ് ആസിഡ് ഡെപ്പോസിഷൻസ് ഉണ്ട് അല്ലെ. ഡ്രൈ ആസിഡ് ഡെപ്പോസിഷൻ എന്ന് വെച്ചാൽ ഈ നൈട്രസ് ഓക്സൈഡ്സ് അല്ലെങ്കിൽ സൾഫർ ഡയോക്സൈഡ്സ് എയർ വഴി, വിൻഡ് വഴി ഓരോ ഇതിൽ ഡെപ്പോസിറ്റ് ചെയ്യുക. ഓക്കെ, ഡ്രൈ ഡെപ്പോസിഷൻ. when it mixes with rain water അതിനെ നമുക്ക് wet deposition എന്ന് വിളിക്കാം. അപ്പൊ ആൻസർ എന്തായിരിക്കും? what will be the answer? ആൻസർ പറയാ. airborne ആവുമ്പോൾ it's dry deposition. when it is mixed with water, rain water കൂടെ വരുമ്പോഴാണ് നമ്മൾ അതിനെ wet deposition എന്ന് വിളിക്കുക. ഡ്രൈ ആസിഡ് ഡെപ്പോസിഷൻ അല്ലേ? ബി അല്ലേ ആൻസർ? ഓക്കെ. സ്മോഗ് എന്താണ്? സ്മോക്ക് പ്ലസ് ഫോഗ് അല്ലെ. സ്മോക്ക് പ്ലസ് ഫോഗ് ആണ് സ്മോഗ്. ഇനി 39. A lake with an inflow of domestic sewage rich in organic waste may result in. എന്ത് സംഭവിക്കും? ഒരു കുറെ സീവേജ് നമ്മൾ ലേക്കിൽ അങ്ങനെ തന്നെ ഡംപ് ചെയ്യാണ്. എന്ത് സംഭവിക്കും? എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? 39. വേഗം ആൻസർ പറയാ. 39
C, right? 39C ആണ്. Death of fish due to lack of oxygen. Dissolved oxygen content കുറയുന്നു. BOD കൂടുന്നു. ആ ഡയഗ്രാം, ആ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷനിൽ നിന്നാണ് ആ ചോദ്യം. ഇനി അടുത്തത്, മിനാമാറ്റ ഡിസീസ് വാസ് കോസ്ഡ് ഡ്യൂ ടു കൺസംഷൻ ഓഫ്. വളരെ എളുപ്പമുള്ളത്, മിനാമാറ്റ ഡിസീസ് ബി അല്ലെ, 40B. ഓക്കെ. ഇനി അടുത്തത് 41. Which of the following pair is endangered? Endangered ആയിട്ടുള്ള സ്പീഷീസ് pair പറയാ. Carrot grass ഒന്നും endangered ഒന്നല്ല അല്ലെ. Hornbill and Indian aconite. Rhesus monkey and saltry. Rhesus monkey is there common. Garden lizard is there in common, right? Carrot grass plenty. Hornbillum Indian aconite ആണ്. Okay, D ആണ് ഓപ്ഷൻ. ഇനി അടുത്ത് നോക്കുക, if Bengal tiger becomes extinct. Bengal tiger extinct ആയാൽ എന്ത് സംഭവിക്കും? Okay, if Bengal tiger, ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാം കേട്ടോ. ബെസ്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ 42. എന്തായിരിക്കും സംഭവിക്കുക? Bengal tiger becomes extinct. C, അല്ലെ? അതിന്റെ gene pool, it will be lost forever. You cannot say that deer population stabilize ആവുമെന്ന് പറയാൻ പറ്റില്ല. Deer population ഭയങ്കരമായിട്ട് എക്സ്പ്ലോഡ് ചെയ്യും. It will also negatively affect the deer population. അല്ലെ? They will run out of food. Okay, ഇത് stabilize ചെയ്യുന്നത് tiger population ആണ്. But gene pool will be lost forever. Its gene pool will be lost forever. That is the best answer. Okay, 43. Which of the following pairs of geographical areas show maximum biodiversity in our country? Highly biodiverse rich ആയിട്ടുള്ള ഏതാണ്? Eastern Himalayas and Western Ghats. Hot spot regions ആണ് അല്ലെ. Hot spot എത്ര എണ്ണം ഉണ്ട് around the world? I think ആ question വരുന്നുണ്ട്. എത്ര hot spot regions ഉണ്ട്? 3 ആണോ? in India 34, but biodiversity hotspots 34. ആ നമ്പർ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ട് കേട്ടോ. അതൊന്ന് നോക്കി കറക്റ്റ് ആയിട്ട് നോട്ട് ചെയ്ത് വെക്കുക. ടെക്സ്റ്റ് ബുക്കിൽ നമ്പർ എഴുതിയാൽ മതി, 34. ഓക്കെ. കൃഷ്ണപ്രിയ, എലൻ, ഗോപിക 3 അല്ല. ഇനി 44. Formation of non-functional methemoglobin causes blue baby syndrome. ഇതെന്തുകൊണ്ടായിരിക്കും ബ്ലൂ ബേബി സിൻഡ്രോം? കേട്ടിട്ടുണ്ടാവും ബ്ലൂ ബേബി സിൻഡ്രോം. നിങ്ങൾ ഏതോ ഒരു ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്, കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ട്. ബ്ലൂ ബേബി സിൻഡ്രോം നൈട്രേറ്റ്സ് ആണ് കേട്ടോ. നൈട്രേറ്റ് പൊല്യൂഷൻ ആണ്. ഇറ്റ് വിൽ ബൈൻഡ് വിത്ത് ഹീമോഗ്ലോബിൻ അല്ലെ, മെത്ത് ഹീമോഗ്ലോബിൻ ഫോം ചെയ്യുന്നു. ബ്ലൂ ബേബി സിൻഡ്രോം, നൈട്രേറ്റ്സ്. ഓക്കെ, ബി. ഇനി അടുത്ത് നോക്കുക, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് pertaining to pollutants is correct? Which of the following statements pertaining to pollutants is correct ആണ് ചോദിച്ചത്. കറക്റ്റ് ആയിട്ടുള്ളത് 45. 45 പറയാ. എ അല്ലേ? DDT നോൺ ബയോഡിഗ്രേഡബിൾ പൊല്യൂട്ടന്റ്. അതാണ് ശരി. DDT നോൺ ബയോഡിഗ്രേഡബിൾ ആണ്. Excessive fluoride fluorosis ആണ്. osteoporosis അല്ല, fluorosis. It's affecting teeth അല്ലെ, fluorosis. Cadmium ഏതാണ്? ഇറ്റൈറ്റ ഡിസീസ്. ബ്ലാക്ക് ഫുഡ് ഡിസീസ് നമ്മൾ ഏതാ പറഞ്ഞത്? ബ്ലാക്ക് ഫുഡ് ഡിസീസ് ആർസനിക് ആണ്. യെസ്. then ഇറ്റൈറ്റ ഡിസീസ് കാഡ്മിയം ആണ്, മീഥാൽ മെർക്കുറി അല്ല. ഓക്കെ, ഗോട്ട് ഇറ്റ്. 46. Which of the following correctly represents an organism and its ecological niche? Niche ആണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്, ഹാബിറ്റാറ്റ് അല്ല ചോദിച്ചത്, നിഷ് ആണ്. നോക്ക് 46. ഒരു ഓർഗാനിസവും അതിന്റെ നിഷും ആണ് ചോദിച്ചേക്കണത്, ഹാബിറ്റാറ്റ് അല്ല. അപ്പൊ അതിന്റെ ഫങ്ഷണൽ റോൾ, അതെന്താണ് അവിടെ ചെയ്യുന്നത്, അതാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ ആൻസർ ഏതായിരിക്കും? Vallisneria pond, desert, locust desert, plant lice aphid എന്ന് പറയുന്നത് leaf, vultures dense forest. ഏതായിരിക്കും ആൻസർ?
ഹാബിറ്റാറ്റ് അല്ല, ഞാൻ പിന്നെയും പറയാണ്, ഹാബിറ്റാറ്റ് അല്ല അവിടെ ചോദിച്ചത്, നിഷാണ്. നിഷ്. ഒരാഴ്ച കൊണ്ട് ഇത് വായിച്ചു നോക്കി. വാലിസ് നേറിയ പോണ്ടിൽ താമസിക്കുന്നു. ഡെസേർട്ട് ലോക്കസ്റ്റ് ഡെസേർട്ടില്. പ്ലാന്റ് ലൈസ്, ആഫിഡ്സ് ഫീഡ് ചെയ്യണത് ലീഫാണ് അല്ലെ. അപ്പൊ സി ആണ് കേട്ടോ, സി. വൾച്ചേഴ്സ് ഡെൻസ് ഫോറസ്റ്റ്. ഓക്കെ, സി ആണ് ഓപ്ഷൻ. വേർ ദേ ആക്ട്. ഓക്കെ, ബെസ്റ്റ് വൺ. മറ്റതൊക്കെ ഹാബിറ്റാറ്റ് ആയിട്ടാണ് അവർ പറഞ്ഞേക്കുന്നത്. ഹാബിറ്റാറ്റ് ഇസ് മെൻഷൻഡ്. ഓക്കെ, ആഫിഡ്സ് ലീഫ് ഫീഡ് ചെയ്യണം. നമ്മൾ സ്ട്രാറ്റജീസ് ഇൻ ഫുഡ് പ്രൊഡക്ഷൻ എന്നുള്ള ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി given below is one type of ecological pyramid. ഇത് ഏത് ടൈപ്പ് ഓഫ് ഇക്കോളജിക്കൽ പിരമിഡ് ആണ്? ഏത് ടൈപ്പ് ഓഫ് ഇക്കോളജിക്കൽ പിരമിഡ് ആണ്? ഒരു ഇൻവേർട്ടഡ് ടൈപ്പ് ആണ് അല്ലെ. പ്രൈമറി ലെവലില്, ആ പ്രൊഡ്യൂസർ ലെവലില് ബയോമാസ് വളരെ കുറവുള്ളത് ഏത് ഇതിലാണ്? ബയോമാസ് കണ്ടന്റ് പ്രൊഡ്യൂസേഴ്സിൽ വളരെ കുറവും ഒരു ഇൻവേർട്ടഡ് ടൈപ്പ് വരുന്നത് ഏതാ? ലേക്ക് അല്ലെ. ബയോമാസ്, പിരമിഡ് ഓഫ് ബയോമാസ് ഇൻ എ ലേക്ക്. നീനു, യെസ്. ഐശ്വര്യ, ആഷേഖ്, അലൻ, പിടികിട്ടിയോ? ഇനി അടുത്ത് നോക്കുക. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് കറക്റ്റ് മാച്ചിങ് ഓഫ് എ പ്ലാന്റ്, ഇറ്റ്സ് ഹാബിറ്റാറ്റ് ആൻഡ് ദ ഫോറസ്റ്റ് ടൈപ്പ് വേർ ഇറ്റ് നോർമലി ഒക്കേഴ്സ്? കറക്റ്റ് ആയിട്ടുള്ളതാണ് ചോദിച്ചിരുന്നത്. പ്ലാന്റിന്റെ ഏത് ഫോമാണ്, ഓക്കെ, അത് എവിടെയാണ് കാണുന്നത്? കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ഏതാണെന്ന്? 48. ഫസ്റ്റ് വൺ കറക്റ്റ് ആണ് കേട്ടോ. എ. പ്രോസോപ്സിസ് ട്രീ ആണ്. ഓക്കെ, സ്ക്രബ് റീജൻസിലാണ് കാണുന്നത്. ഇനി സക്കാരം ഗ്രാസ് ആണ്, ഒരു കൾട്ടിവേറ്റഡ് വെറൈറ്റി ആണ് അല്ലെ. ഷോറിയ റോബസ്റ്റ ട്രീ ഫോം ആണ്. ഓക്കെ, അത് ഹെർബ് എന്നാണ് എഴുതിക്കുന്നത്, അത് തെറ്റാണ്. ഇനി അക്കേഷ്യ കെറ്റാച്ചു ട്രീ ഫോം ആണ്, പക്ഷെ ഡ്രൈ ഡെസിഡ്യൂസ് ഫോറസ്റ്റിലാണ് കാണുക. കോണിഫറസ് ഫോറസ്റ്റ് അല്ല, ഡ്രൈ ഡെസിഡ്യൂസ് ഫോറസ്റ്റിലാണ് കാണുക. അപ്പൊ എ ആണ് കറക്റ്റ് ഓപ്ഷൻ. ഓക്കെ, ട്രീ ഫോം സ്ക്രബ് ഫോറസ്റ്റിലാണ് കാണുക. ഇനി 49. വൺ ഓഫ് ദ ഫോളോയിങ് ഇസ് എക്സിറ്റു കൺസർവേഷൻ. ഇതിൽ ഏതാണ് എക്സിറ്റു? കറക്റ്റ് ആയിട്ട് ആൻസർ അല്ലെ. സി ആണ് എക്സിറ്റു. ക്രയോ പ്രിസർവേഷൻ, -196 ഡിഗ്രി സെൽഷ്യസിൽ പ്രിസർവ് ചെയ്യുക അല്ലെ. സീഡ് ബാങ്ക്സ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കണ്ടു. ഓക്കെ, ഒരു ബയോസ്ഫിയർ റിസർവിന്റെ സ്ട്രക്ചർ നിങ്ങൾക്ക് അറിയോ? ബയോസ്ഫിയർ റിസർവ് ഒരു കോർ റീജൻ ഉണ്ട്, പിന്നെ ഒരു ബഫർ റീജൻ ഉണ്ട്, പിന്നെന്താ ഒരു ട്രാൻസിഷൻ സോൺ ഉണ്ട്. ഈ സോൺസ് ഒന്ന് നോക്കി വെക്കണം കേട്ടോ. ട്രാൻസിഷൻ സോൺ the locals can interact. അവിടെ ഫയർവുഡ്, ഫ്യൂവൽ ഇതൊക്കെ കളക്ട് ചെയ്യാനുള്ള ഒരു പ്രൊവിഷൻ ഉണ്ട്. ബഫർ സോൺ ലിമിറ്റഡ് ആയിട്ടുള്ള ഹ്യൂമൻ ഇന്ററാക്ഷൻ ആണ്. ബയോസ്ഫിയർ റിസർവിന്റെ മെയിൻ ഇതെന്താണ്? MAB ആണ്, മാൻ ആൻഡ് ബയോസ്ഫിയർ പ്രോഗ്രാം അല്ലെ. മാൻ ആൻഡ് ബയോസ്ഫിയർ പ്രോഗ്രാം ഇത് നോക്കി വെച്ചോളൂ. ഇതിനെ ബേസ് ചെയ്തിട്ടാണ് ബയോസ്ഫിയർ റിസർവ്സ് എന്നുള്ള കോൺസെപ്റ്റ് കൊണ്ടുവന്നത്. മാൻ ഇസ് ഓൾസോ എ പാർട്ട് ഓഫ് ദ ബയോസ്ഫിയർ. ഇപ്പൊ മറ്റുള്ളതിലൊക്കെ, ഇപ്പൊ സാങ്ച്വറി, നാഷണൽ പാർക്കിലൊക്കെ ഹ്യൂമൻസ് ആർ കെപ്റ്റ് അസൈഡ്. പക്ഷെ ഇവിടെ ബയോസ്ഫിയർ റിസർവിന്റെ മെയിൻ കോൺസെപ്റ്റ് എന്താണ്? ഹ്യൂമൻസ് ആർ ഓൾസോ എ പാർട്ട് ഓഫ് ദ ബയോസ്ഫിയർ, റൈറ്റ്? ഇപ്പൊ ട്രാൻസിഷൻ സോണില് ഫുൾ ഇന്ററാക്ഷൻസ് ഉണ്ടാവും, ബഫർ സോണില് ലിമിറ്റഡ്. ഇപ്പൊ കുറച്ച് ടൂറിസ്റ്റ് അല്ലെങ്കിൽ റിസർച്ച് പർപ്പസിനൊക്കെ ഇവിടെ പോവാം. കോർ ദിസ് റീജൻ അത് ആ കൺസർവേഷനിസ്റ്റ് മാത്രമേ എൻട്രി ഉള്ളൂ, റൈറ്റ്? ടോട്ടലി പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള റീജൻ ആണ്. സോ ദിസ് ഇസ് ദി അറേഞ്ച്മെന്റ് ഓഫ് എ ബയോസ്ഫിയർ റിസർവ്. ഓക്കെ, അപ്പൊ എന്തായിരിക്കും ആൻസർ? എന്തായിരിക്കും? ഓക്കെ, ക്രയോ പ്രിസർവേഷൻ. ഇസ് ഇറ്റ് ഫൈൻ? അപ്പൊ ബയോസ്ഫിയർ റിസർവ് ഇത് പഠിച്ചിട്ടുണ്ടോ നിങ്ങള്? കോർ എന്താണ്, ബഫർ റീജൻ എന്താണ്, ട്രാൻസിഷൻ സോൺ എന്താണ്, പഠിച്ചിട്ടുണ്ടോ? ഓക്കെ, ദാറ്റ്സ് ഫൈൻ. ഇനി 50ാമത്തെ ചോദ്യം. പൊല്യൂഷൻ ഫ്രം ആനിമൽ എക്സ്ക്രീറ്റ ആൻഡ് ഓർഗാനിക് വേസ്റ്റ് ഫ്രം കിച്ചൺ ക്യാൻ ബി മോസ്റ്റ് പ്രോഫിറ്റബിളി മിനിമൈസ്ഡ് ബൈ. ഇത് എളുപ്പമാണ് അല്ലെ. യൂസിങ് ദം ഫോർ ബയോഗ്യാസ്. നമ്മൾ മൈക്രോബ്സിൽ പഠിച്ചാണ്. ഓർഗാനിക് വേസ്റ്റ് നമുക്ക് ബയോഗ്യാസ് പ്രൊഡക്ഷൻ, ഫ്യൂവൽ ആയിട്ടും അല്ലെ, മാനുവർ ആയിട്ടും ഒക്കെ യൂസ് ചെയ്യാം. ഓക്കെ,
Vermiculture അറിഞ്ഞൂടെ? What is vermiculture? Vermiculture, earthworms, like the growing of earthworms, enhancing, okay, using earthworms. Ashik, yes. Ni 51 നോക്ക, വലിയൊരു ചോദ്യമാണ്, നിങ്ങൾ വായിച്ചിട്ട് ആൻസർ പറയാ. Which of the following is an environment related disorder with the correct main cause? 4 ഓപ്ഷൻസ് വായിച്ചു നോക്കുക, ഏതാണ് കറക്റ്റ് എന്ന് പറയാ. ബി ആണ് കറക്റ്റ് അല്ലേ? ബ്ലാക്ക് ലങ് ഡിസീസ്, ന്യൂമോകോണിയോസിസ്, അത് ആർക്കാണ് സാധാരണ വരിക? ബ്ലാക്ക് ലങ് ഡിസീസ് ഒരു ഗസ് അടിക്കാൻ പറ്റാവുന്നതാണ്. ബ്ലാക്ക് ലങ് ഡിസീസ്, ഇൻഹലേഷൻ ഓഫ് വാട്ട് ഡസ്റ്റ്? സ്മോക്കേഴ്സ് അല്ല, മൈൻ, കോൾ ആണ് കേട്ടോ. കോൾ മൈൻസ് ആണ് മെയിൻ ആയിട്ട് ബ്ലാക്ക് ലങ്. ഓക്കെ, നോൺ ഹോഡ്ഗിൻസ് ലിംഫോമ, ക്യാൻസർ ഓഫ് ദ ലിംഫോയിഡ് ടിഷ്യൂ ആണ്. ഓക്കെ, നോൺ ഹോഡ്ഗിൻസ് ലിംഫോമ ക്യാൻസർ ഓഫ് ലിംഫോയിഡ് ടിഷ്യൂ ആണ്, അല്ലാണ്ട് നീം ബേസ്ഡ് വർക്കേഴ്സിനൊന്നല്ല. ഓക്കെ, ബെൻസീൻ ആൻഡ് മീഥെയിൻ മാത്രമൊന്നല്ല സ്കിൻ ക്യാൻസേഴ്സ്. ഓക്കെ, അപ്പൊ ഏറ്റവും കറക്റ്റ് ആയിട്ടുള്ളത് ബി ആണ്. ഇനി അടുത്ത് നോക്കുക, മോൺട്രിയാൽ പ്രോട്ടോകോൾ റെഫേഴ്സ് ടു. മോൺട്രിയാൽ പ്രോട്ടോകോൾ എന്താണ്? വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ട്രീറ്റി ആയിരുന്നു മോൺട്രിയാൽ പ്രോട്ടോകോൾ. അപ്പൊ എന്തായാലും നോക്കിയിരിക്കണം. സി അല്ലേ? ഓക്കെ, ഓസോൺ ഡിപ്ലീറ്റിംഗ് സബ്സ്റ്റൻസസ്, ODS, ഓസോൺ ഡിപ്ലീറ്റിംഗ് സബ്സ്റ്റൻസസിന്റെ സ്റ്റോപ്പേജ്, അത് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ട്രീറ്റി ആയിരുന്നു. ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ട്രീറ്റി ആണ്. അപ്പൊ കാർബൺ ഡയോക്സൈഡ് പൊല്യൂഷൻ കുറയ്ക്കാനായിട്ടുള്ള ട്രീറ്റി ഏതായിരുന്നു? ജപ്പാനിൽ സൈൻ ചെയ്തത്. കാർബൺ ഡയോക്സൈഡ് പൊല്യൂഷൻ ഏതായിരുന്നു? അത് അറിയോ? ജപ്പാനിലായിരുന്നു അത് സൈൻ ചെയ്തത്. നമ്പർ ഓഫ് കൺട്രീസ് സൈൻഡ് ഇറ്റ്. കാർബൺ ഡയോക്സൈഡ്, ക്യോട്ടോ അല്ലെ, മെൽട്ടോ, ക്യോട്ടോ പ്രോട്ടോകോൾ. ശ്രീദേവി, ക്യോട്ടോ പ്രോട്ടോകോൾ ആണ്. ഇനി അടുത്തത്, കീസ്റ്റോൺ സ്പീഷീസ് ഡിസേർവ് പ്രൊട്ടക്ഷൻ ബിക്കോസ്. എന്താണ് ഒരു കീസ്റ്റോൺ സ്പീഷീസ്? ഇത് പഠിച്ചിട്ടുണ്ടോ? യെസ്, കീസ്റ്റോൺ സ്പീഷീസ് എന്നുള്ള കോൺസെപ്റ്റ് പഠിച്ചിട്ടുണ്ടോ എല്ലാവരും? Have you learned it? Keystone. Keystone species. Have you learned it? Yes. എന്താണ് കീസ്റ്റോൺ സ്പീഷീസ്? വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇക്കോസിസ്റ്റം എടുത്തു കഴിഞ്ഞാൽ ആ ഇക്കോസിസ്റ്റത്തില് വളരെ ഇമ്പോർട്ടന്റ്, ഇപ്പൊ നമ്മളൊരു പില്ലർ കൺസ്ട്രക്ട് ചെയ്യുകയാണെങ്കിൽ അല്ലെ, ഈ ഇവിടെ ഉള്ള സ്റ്റോൺ ആണ് കീ സ്റ്റോൺ. ഈ ആർച്ചിന്റെ ആ സെന്റർ പാർട്ടിലുള്ള സ്റ്റോൺ ആണ് കീ സ്റ്റോൺ എന്ന് പറയുന്നത്. ഇപ്പൊ ഇത് എടുത്തു കഴിഞ്ഞാൽ ഈ ഹോൾ ആർച്ച് വിൽ കൊലാപ്സ്. ഇപ്പൊ ജാഗ്വാർസ് ഉണ്ട്, ജാഗ്വാർ, റൈറ്റ്? കാറല്ല, ഒരു ആനിമൽ ഉണ്ട്, ജാഗ്വാർ, റൈറ്റ്? ഇത് എക്സ്റ്റിങ്ക്ട് ആയി കഴിഞ്ഞാൽ നിയർലി 87 അതർ സ്പീഷീസ് വിൽ ബിക്കം എക്സ്റ്റിങ്ക്ട്. അപ്പൊ ഇതൊരു പ്രെഡേറ്റർ ആണ്, പക്ഷെ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആ ഇക്കോസിസ്റ്റത്തിനെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ജാഗ്വാർസ് പ്ലേ എ വെരി ഇമ്പോർട്ടന്റ് റോൾ. If that becomes extinct, 87 other species will become extinct. So jaguar is a keystone species, right? Sea otters ഒരു keystone species ആണ്. അപ്പൊ എന്തായിരിക്കും ആൻസർ? എന്തായിരിക്കും? What will be your answer? Answer ഇടുക. 53 answer. 53 answer പറയൂ. Deserve protection. Keystone species deserve protection because D answer area. D, option D, play an important role in supporting other species. Yes. In 54, in India, we find mangoes with different flavor, color, fiber content. The large variation is on account of. The diversity കുറിച്ചാണ് നമ്മൾ പറയുന്നത്. എഡ്വേർഡ് വിൽസന്റെ ആ 3 കാറ്റഗറൈസേഷൻ കറക്റ്റ് ആയിട്ട് നോക്കുക കേട്ടോ. ജനറ്റിക് ഡൈവേഴ്സിറ്റി ഉണ്ട്, സ്പീഷീസ് ഡൈവേഴ്സിറ്റി ഉണ്ട്, ഇക്കോസിസ്റ്റം ഡൈവേഴ്സിറ്റി ഉണ്ട്. ഇവിടെ ഏത് ഡൈവേഴ്സിറ്റിയാണ് നമ്മൾ പറയുന്നത്? ജനറ്റിക് അല്ലെ? മാംഗോ, റൈസ്, ആ നമ്പർ ഓർമ്മയുണ്ടോ? എത്ര വെറൈറ്റീസ് ഓഫ് മാംഗോസ്, എത്ര വെറൈറ്റി ഓഫ് റൈസ്, എത്ര വെറൈറ്റീസ് ഓഫ് മാംഗോസ് ആണ്? ടെക്സ്റ്റ് ബുക്കിൽ അതേ നമ്പർ പഠിച്ചു വെച്ചാൽ മതി, 1000 അല്ലെ? എത്ര വെറൈറ്റീസ് ഓഫ് റൈസ് പറഞ്ഞിട്ടുണ്ട്? 50,000. അത് നമ്പർ 2 റീജണില് 2 നമ്പർ കൊടുത്തിട്ടുണ്ട് എന്ന് തോന്നുന്നു. ബയോടെക്നോളജിയിൽ വേറൊരു നമ്പർ ഉണ്ടെന്ന് തോന്നുന്നു, ഇല്ലേ? 2 lakh എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ,
ഏറ്റവും കൂടുതൽ റൈസ് ആണ് കേട്ടോ, റൈസ് വെറൈറ്റി ആണ്. ഇനി അടുത്ത് നോക്കുക, ബയോസ്ഫിയർ റിസർവ്സ് ഡിഫർ ഫ്രം നാഷണൽ പാർക്സ് ആൻഡ് വൈൽഡ് ലൈഫ് സാങ്ച്വറീസ് ബിക്കോസ്. നമ്മൾ ഡിസ്കസ് ചെയ്തു ബയോസ്ഫിയർ റിസർവ് 55. ഹൗ വാസ് ഇറ്റ് ഡിഫറെന്റ്? ഞാൻ ഇപ്പൊ പറഞ്ഞുള്ളൂ. എന്താണ്? മാൻ ആൻഡ് ബയോസ്ഫിയർ പ്രോഗ്രാം ആണ്. മാൻ ആൻഡ് ബയോസ്ഫിയർ. മാൻ is an integral part of the biosphere, right? അപ്പൊ ബി ആണ്, ബി. ഇനി ഓസോൺ ഇൻ സ്ട്രാറ്റോസ്ഫിയർ എക്സ്റ്റെൻസ് 56. ഓസോൺ എക്സ്റ്റെൻഡ് ചെയ്യണത് എത്രയാണ്? ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടെന്ന് തോന്നുന്നു നമ്പർ ബി, റൈറ്റ്? 20 to 25 kilometers ആണ്. ഇനി അടുത്ത് നോക്കുക, two opposite forces operate in growth and development of every population. One of them is related to the ability to reproduce at a given rate. The force opposite to it എന്താണ്? എന്താണ് ആ ഫോഴ്സ്? രണ്ട് ഫോഴ്സസ് ആണ്. ഒന്ന് ഗ്രോത്തിനെ ഫേവർ ചെയ്യണതും മറ്റത് അതിനെ ഒപ്പോസ് ചെയ്യണ ഒരു ഫോഴ്സും ഉണ്ട് അല്ലേ? സ്പേസ് ആവാം, ഫുഡ് മെറ്റീരിയൽസ്, അല്ലെങ്കിൽ ഇതൊക്കെ ഒരു ലിമിറ്റിംഗ് ഫാക്ടറായിട്ട് ആക്ട് ചെയ്യാം. റീപ്രൊഡക്ഷനെ ഫേവർ ചെയ്യുന്ന ഫാക്ടറും അതിനെ ഒപ്പോസ് ചെയ്യുന്ന ഫാക്ടർ ഏതാണെന്നാണ് ചോദിച്ചത്. ഏതായിരിക്കും? The force opposite to it is called 57. ഏതാണ് ആൻസർ? ബി ആണ് കേട്ടോ, എൻവയറമെന്റൽ റെസിസ്റ്റൻസ്. മോർട്ടാലിറ്റി എന്ന് വെച്ചാൽ ഡെത്ത് എന്നുള്ള അർത്ഥമാണ്. Okay, which is that factor? The force opposite to it is called environmental resistance. Fecundity എന്താണ്? What is fecundity? Fecundity ഈ വാക്ക് നേരത്തെ കേട്ടിട്ടുണ്ടോ? Fecundity. Fecundity എന്ന് വെച്ചാൽ the fertility, എത്ര ഓഫ് സ്പ്രിങ്സ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവ്. ഓക്കെ, ഫെർട്ടിലിറ്റി ആണ് മെൻഷൻ ചെയ്യണത്, fecundity. ഇനി 58. The growth curve of bacterial population in a lab is plotted against time. What will be the shape of the curve? ഒരു ബാക്ടീരിയൽ കൾച്ചർ നമ്മൾ ലാബിൽ വളർത്തുകയാണ്. ഓക്കെ, ഇപ്പൊ എല്ലാ ആഡ്ക്വേറ്റ് ആയിട്ടുള്ള എൻവയറമെന്റൽ കണ്ടീഷൻസ് പ്രൊവൈഡ് ചെയ്തിട്ട് വളർത്തുകയാണ്. അപ്പൊ എന്ത് ടൈപ്പ് ഓഫ് ഗ്രാഫ് ആയിരിക്കും? ഷേപ്പ് ഓഫ് ദ ഗ്രാഫ് എന്തായിരിക്കും? എന്തായിരിക്കും? ഷേപ്പ് ഓഫ് ദ ഗ്രാഫ് വിൽ ബി ഇങ്ങനെ ആയിരിക്കില്ലേ? Ashik, what is that? A layer of Earth's stratosphere at an altitude of about. What is that, Ashik? I did not follow you. Ozone layer question. Ozone layer. Textbook le number vellum kodutittundo? Ozone layer. Have they given some number? Ozone layer question. B and answer B. What happened? Just ask me after this, okay? Ashik, but here 10. They given it in the textbook. Number kodutittundo textbook la? Ashik, is the number given in the textbook? Can you just ask me after this? Ashik, can you just WhatsApp me? Okay, and just find out. What is the next one? ഏത് ഗ്രാഫ് ആയിരിക്കും? ഇങ്ങനത്തെ ഗ്രാഫാണ് കിട്ടുക അല്ലെ? എല്ലാ കണ്ടീഷൻസും ഫേവറബിൾ ആയിട്ടുള്ള ഒരു ഗ്രോത്ത് ആയിരിക്കും. ഒരു ജെ ഷേപ്ഡ് ആയിട്ടുള്ള ഗ്രാഫ് ആയിരിക്കും. അപ്പൊ ഇത് ഏതായിരിക്കും? ആൻസർ സിഗ്മോയിഡ് ആണോ, ഹൈപ്പർബോളിക് ആണോ, അസെൻഡിങ് സ്ട്രെയിറ്റ് ലൈൻ ആണോ, ഡിസെൻഡിങ് സ്ട്രെയിറ്റ് ലൈൻ ആണോ? ഏതായിരിക്കും? ഹൈപ്പർബോളിക് അല്ലെ? ഹൈപ്പർബോളിക് ഗ്രാഫ് ആയിരിക്കും. ബി, ബി, ഓപ്ഷൻ ബി. പിന്നെയും കീസ്റ്റോൺ സ്പീഷീസ് 59 പിന്നെയും കീസ്റ്റോൺ സ്പീഷീസ് ആണ്. എന്തായിരിക്കും? വാട്ട് ഇസ് എ കീസ്റ്റോൺ സ്പീഷീസ്? എന്താണ് കീസ്റ്റോൺ സ്പീഷീസ്? വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ് കേട്ടോ. 59 2008 പിന്നെ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ച ചോദ്യമാണ്. ഇതൊക്കെ എയിംസിലെ ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, പറയാപ്പോ എന്താണ് കീസ്റ്റോൺ സ്പീഷീസ്? എ അല്ലേ? ഓപ്ഷൻ എ. ഐശ്വര്യ, നീനു, എല്ലാവരും ആൻസർ പറയാ. ഓക്കെ, മെൽട്ടോ.
species which make up only a small portion of that total biomass but has a huge impact. അവര് കുറച്ചേ ഉള്ളൂ പക്ഷെ അത് huge impact produce ചെയ്യുന്നു. Okay, A. ഇനി 60. Bacteria which attack dead animals are decomposers ആണ് അല്ലേ? ഓപ്ഷൻ 60. 60 എന്തായിരിക്കും ആൻസർ? 60. ഡി അല്ലെ? ഐശ്വര്യ എന്താ എ പറഞ്ഞേക്കണേ? അത് കഴിഞ്ഞ ക്വസ്റ്റ്യന്റെ ആയിരിക്കും അല്ലെ? ഡി. 60 ഡി ആണ്. ദി എൻഡ് ഓഫ് ദ ഫുഡ് ചെയിൻ ആൻഡ് ആർ ഡീകമ്പോസേഴ്സ്. ഗോട്ട് ഇറ്റ്? ഓക്കെ. ഇനി 61. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ ഇൻകറക്റ്റ്? വലിയ ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾ തന്നെ വായിക്കേണ്ടി വരും. 61 ആൻസർ പറയാ. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് ആണ്. 61 തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് അല്ലെ? ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് ചോദിച്ചേക്കണത്. 61 ഏതാണ് ഇൻകറക്റ്റ്? വിച്ച് സ്റ്റേറ്റ്മെന്റ് ഇസ് ഇൻകറക്റ്റ്? ഡി അല്ലേ? ഓപ്ഷൻ ഡി. Mutualism, proto-cooperation, commensalism cannot be included under symbiosis. Symbiosis is രണ്ട് ഓർഗാനിസം തമ്മിലുള്ള ഇന്ററാക്ഷൻ ആണ് symbiotic എന്ന് വിളിക്കുക. Got it? So they are included under symbiosis. Okay, D. Option D. Any rain is called acid rain when the pH is below. Acid rain എന്ന് വിളിക്കാനായിട്ട് അതിന്റെ pH എത്രയായിരിക്കണം? When it is below 62. ഡി അല്ലെ? 5.6 ആൻഡ് ബിലോ. സാധാരണ 5.6 to 5.8 ഒക്കെ ആയിരിക്കും നോർമൽ റെയിൻ വാട്ടറിന്റെ ഒരു pH. സ്ലൈറ്റ്ലി ഒരു അസിഡിക് ആയിട്ടുള്ളതായിരിക്കും റെയിൻ വാട്ടറിന്റെ pH, റൈറ്റ്? അപ്പൊ ബിലോ 5.6 യു ക്യാൻ കോൾ ഇറ്റ് ആസിഡ് റെയിൻ. ഓക്കെ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഹാസ് ഹൈയസ്റ്റ് ഡൈവേഴ്സിറ്റി ഇൻ ഇന്ത്യ? മാംഗോ ആണോ, ഡോൾഫിൻ ആണോ, ടൈഗർ ആണോ, ഓർക്കിഡ് ആണോ? 63 ആരത്? ഓർക്കിഡ്. ആഷിഖ് ഓർക്കിഡോ? പ്രോട്ടോ കോപ്പറേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ അർത്ഥം? പ്രോട്ടോ കോപ്പറേഷൻ രണ്ട് ഓർഗാനിസംസും ബെനിഫിറ്റഡ് ആണ്. ഓക്കെ, രണ്ട് ഓർഗാനിസംസും ബെനിഫിറ്റഡ് ആണ്. ഇപ്പൊ ഞാൻ പറഞ്ഞു ഓക്സ് പെക്കറും റൈനോസറസും. ഓക്കെ, ഇവര് രണ്ടുപേരും അങ്ങോട്ടും കൂടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്സ് പെക്കർ റൈനോസറസിന്റെ ബോഡിയിൽ നിന്ന് ആ ഇൻസെക്ട്സിനെയൊക്കെ പിടിച്ചിട്ടുള്ളൂ. റൈനോസറസ് പ്രൊവൈഡിങ് ഇറ്റ് വിത്ത് ഫുഡ്. പക്ഷെ ഇതൊരു ഒബ്ലിഗേറ്റ് റിലേഷൻഷിപ്പ് അല്ല. ഓക്കെ, ഓക്സ് പെക്കറിന് റൈനോ ഉണ്ടെങ്കിൽ മാത്രമല്ല സർവൈവ് ചെയ്യാൻ പറ്റുക, റൈനോന് ഓക്സ് പെക്കർ ഇല്ലെങ്കിലും സർവൈവ് ചെയ്യാൻ പറ്റും. പക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇങ്ങനത്തെ റിലേഷൻഷിപ്പ് ആണ്. ഇറ്റ്സ് നോട്ട് ഒബ്ലിഗേറ്റ്. ഒബ്ലിഗേറ്റ് അല്ലാത്തൊരു റിലേഷൻഷിപ്പ് ആണ് പ്രോട്ടോ കോപ്പറേഷൻ. ഐശ്വര്യ പിടികിട്ടിയോ? ഐശ്വര്യ ഓക്കെ. നമ്മൾ ഏതായിരുന്നു? ഏറ്റവും ഹയസ്റ്റ് ഡെൻസിറ്റി ആരോ ഓർക്കിഡ് എന്ന് പറഞ്ഞല്ലോ, അതാരാ? ആഷേഖ് ഓർക്കിഡോ? 20,000. അതെവിടുന്ന ആ നമ്പർ കിട്ടിയത്? ഫ്രം വേർ ഡിഡ് യു ഗെറ്റ് ദാറ്റ് നമ്പർ? In text it's there. Let me check. ടെക്സ്റ്റിലുണ്ടോ നമ്പർ? നോക്കട്ടെ. അങ്ങനെ നമ്പർ കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് പേജ്. ലെറ്റ് മീ ചെക്ക്. ഓക്കെ, ബയോഡൈവേഴ്സിറ്റി 20,000 സ്പീഷീസ് ആണ് പറഞ്ഞേക്കുന്നത്. 20,000 സ്പീഷീസ് and 1,000 varieties of mango. Okay, ഇന്ത്യയിലാണ് ചോദിച്ചത്. ക്വസ്റ്റ്യൻ ഇസ് ഇൻ ഇന്ത്യ, റൈറ്റ്? യെസ്, ബട്ട് നോട്ട് മെൻഷൻഡ് ഇൻ ഇന്ത്യ. മറ്റത് ഫുൾ ബയോഡൈവേഴ്സിറ്റി ആണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, അപ്പൊ ഇന്ത്യയില് മാംഗോ ആണ്. ഓക്കെ, മറ്റത് ഇന്ത്യയിലെ നമ്പർ മാത്രമാണ് പറഞ്ഞേക്കുന്നത്. ഇൻ ഇന്ത്യ. ഓക്കെ, ഇന്ത്യ ഹാസ് മോർ ദാൻ എന്നാണ് പറഞ്ഞേക്കുന്നത്. മറ്റത് ഫുൾ വേൾഡ്. ഓക്കെ, ദാറ്റ്സ് ഫൈൻ. Next one. What is the Greek word for ecology? Ecologyയുടെ Greek word എന്താണ്? 64. Oikos plus logos അല്ലെ? Oikos എന്ന് വെച്ചാൽ ഹൗസ് അല്ലെങ്കിൽ ഒരു ഡ്വെല്ലിംഗ് എന്നാണ് അർത്ഥം. ലോഗോസ് എന്ന് വെച്ചാൽ സ്റ്റഡി ഓഫ്. അപ്പൊ ഒരു ഓർഗാനിസം
ജീവിക്കുന്ന ആ പ്ലേസിനെ കുറിച്ച് പഠിക്കുക. സ്റ്റഡി ഓഫ്. ഓക്കെ. ഓയിക്കോസ് ബി ആണ്. ഓയിക്കോസ് എന്ന് വെച്ചാൽ പ്ലേസ് വേർ ആൻ ഓർഗാനിസം ഇസ് ലിവിങ്, ഡ്വെല്ലിംഗ്. ലോഗോസ് എന്ന് വെച്ചാൽ സ്റ്റഡി ഓഫ്. ബി, ഓപ്ഷൻ ബി. ഇനി ആ ഗ്രാഫ് അറിയാലോ, എയും ബിയും സിയും എന്താണ്? വളരെ എളുപ്പം. 65. What is A, B and C? Option 65. ഏതാണ് ഓപ്ഷൻ? എ എന്താണ്, ബി എന്താണ്, സി ആണ്. ആ ഗ്രാഫ് കുറെ തവണ കണ്ടേക്കുന്നതാണ് അല്ലെ. എ ലാഗ് ഫേസ് ആണ്, ബി ലോഗ് ഫേസ്, സി സ്റ്റേഷനറി ഫേസ് ആണ്. അപ്പോ ഓപ്ഷൻ സി 65 സോറി ഡി അല്ലെ. ലാഗ് ഫേസ്, ലോഗ് ഫേസ്, സ്റ്റേഷനറി ഫേസ്. ഡി ആണ്. യെസ് അലൻ, ഗ്രേസ്, ഐശ്വര്യ, ഡി ആണ്. ഇനി 66. Monarch butterfly escapes from predators by. monarch butterflyന്റെ കാര്യം നിങ്ങൾ പോപ്പുലേഷൻ ഇന്ററാക്ഷൻസിൽ പഠിച്ചിട്ടുണ്ട്. മൊണാർക്ക് അതിനെ മിമിക് ചെയ്യുന്ന ഒരാളുണ്ടല്ലോ, അതാരാ? There's a mimic. It's called Mullerian mimicry. അല്ലേ? പഠിച്ചിട്ടുണ്ടോ? Mullerian mimicry. There's somebody who resembles it. അതാരോ? Which is that butterfly? Which is that butterfly that mimics monarch? Monarch butterfly. Monarch is known for long distance migratory ആണ് കേട്ടോ monarch butterfly. It feeds on milkweed. Poisonous ആയിട്ടുള്ള സബ്സ്റ്റൻസ് ആണ് മിൽക്ക്വീഡില്. We have seen cardiac glycosides ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ചെടിയാണ്. അതാണ് അതിന്റെ ലാർവൽ സ്റ്റേജ് ഫീഡ് ചെയ്യുക. സോ ദ ബട്ടർഫ്ലൈ ഇസ് ഹൈലി ടോക്സിക്. ഒരു ഭയങ്കര ബിറ്റർ ടേസ്റ്റ് ഉണ്ട്. ഇതിനെ മിമിക് ചെയ്യുന്ന ഒരാളുണ്ടല്ലോ, മൊണാർക്ക് ബട്ടർഫ്ലൈനെ പോലെ തന്നെ ഇരിക്കും, പക്ഷെ കുറച്ചും കൂടി ചെറുതാണ്. വൈസ്രോയ് അല്ലെ, വൈസ്രോയ് ആണ്, വൈസ്രോയ് ബട്ടർഫ്ലൈ. ദിസ് ഇസ് കോൾഡ് മുല്ലേറിയൻ മിമിക്രി. ഒരു പോയിസണസ് ആയിട്ടുള്ള ഒരു വെറൈറ്റി അല്ലെങ്കിൽ ഒരു ഫൗൾ ടേസ്റ്റിംഗ് വെറൈറ്റിയെ മിമിക് ചെയ്യുക. Got it? Viceroy. Yes, Viceroy butterfly. അപ്പൊ ഏതാണ്? ഫൗൾ ബിറ്റർ ടേസ്റ്റ് അല്ലെ. 66 B ആണ്. Bitter taste. Why? Because the larval stage feeds on milkweed. Right? In 67. In vehicles, catalytic converters are used. Vehicles catalytic converters ന്റെ ഉപയോഗം. ഏതൊക്കെയാണ് ആ മൂന്ന് മെറ്റൽസ്? പ്ലാറ്റിനം, പലേഡിയം, റോഡിയം അല്ലെ. ആൻഡ് ഫുൾ കൺവേർഷൻ, പാർഷ്യൽ ബേൺഡ് ആയിട്ടുള്ള സബ്സ്റ്റൻസസിനെ കംപ്ലീറ്റ് ബേൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുക. റൈറ്റ്? കാർബൺ മോണോക്സൈഡിനെ കാർബൺ ഡയോക്സൈഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യുക. ഡി, ഓപ്ഷൻ ഡി. യെസ്. ഇനി അടുത്ത് നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ദ ബെസ്റ്റ് മെത്തേഡ് ഫോർ ജേം പ്ലാസം കളക്ഷൻ? ജേം പ്ലാസം കൺസർവേഷന് ബെസ്റ്റ് മെത്തേഡ് ഏതാണ്? സാധാരണ നമ്മൾ പ്ലാൻ ബ്രീഡിങ്ങിലൊക്കെ ചെയ്യുന്നത് സീഡ് ബാങ്ക് അല്ലെ. സീഡ് ബാങ്ക്സ് പ്രൊഡ്യൂസ് ചെയ്യുക. ഇനി 69. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഇസ് കറക്റ്റ്? കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണ്? സിക്സ്റ്റി നയൻ്റെ ആൻസർ ഒന്ന് വായിച്ചു നോക്കുക. ഇത് കുറച്ച് എവല്യൂഷൻ എന്നുള്ള ചാപ്റ്ററിൽ നിന്നും കുറച്ച് കോൺസെപ്റ്റ്സ് അവിടെ വരുന്നുണ്ട്. എവല്യൂഷനിൽ നിന്നുള്ള ചാപ്റ്ററിൽ നിന്നാണ് ശരിക്കും ഇത് അല്ലേ. ഏതാണ് ആൻസർ? കറക്റ്റ് ആൻസർ ഏതായിരിക്കും? ക്ലോസ്ലി ഹോമോ ഹാബിലസും ഹോമോ ഇറക്ടസും ക്ലോസ്ലി റിലേറ്റഡ് ആണെന്ന് പറയാൻ പറ്റില്ല. ക്രിപ്റ്റിക് ക്യാമഫ്ലാജ് സീൻ ഇൻ വിസ്റ്റൺ വെറ്റിലേറിയ, അത് കറക്റ്റ് അല്ലേ? ക്രിപ്റ്റിക് ഇൻഡസ്ട്രിയൽ മെലാനിസം നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. പെപ്പേർഡ് മോത്ത് അതായിരിക്കും ഏറ്റവും നല്ലത്. നാച്ചുറൽ സെലക്ഷൻ വാസ് നോട്ട് റെസ്പോൺസിബിൾ ഫോർ എക്സ്റ്റിങ്ഷൻ ഓഫ് ഡൈനോസോർസ്. റൈറ്റ്? ലയൺ ആൻഡ് ലെപ്പേർഡ് ഡൈവേർജന്റ് എവല്യൂഷൻ. റൈറ്റ്? ഓക്കെ. അപ്പൊ ബി അല്ലേ ആൻസർ? ബി, ക്രിപ്റ്റിക് ക്യാമഫ്ലാജ്, വിസ്റ്റൺ വെറ്റിലേറിയ. ഓർമ്മയുണ്ടോ? ഇൻഡസ്ട്രിയൽ മെലാനിസം അല്ലെങ്കിൽ ആ ഇൻഡസ്ട്രിയലൈസേഷന്റെ മുമ്പ് എങ്ങനെയായിരുന്നു കളറ്, ഇൻഡസ്ട്രിയലൈസേഷൻ കഴിഞ്ഞിട്ട്. അത് നാച്ചുറൽ സെലക്ഷന്റെ ബെസ്റ്റ് എക്സാമ്പിൾ ആണ്. ഇനി ബാക്ടീരിയ, ഫംഗസ് ആൻഡ് ലോവർ പ്ലാന്റ്സ് സർവൈവ് ഇൻ അഡ്വേഴ്സ് കണ്ടീഷൻസ് ബൈ. ഇത് ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്നുള്ള ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. thick walled spores അല്ലെ. what do you call that thick walled spore? thick walled
ആക്ച്വലി ഒരു 3 ലെയേർഡ് ആയിട്ടുള്ള ഒരു വോൾ ഉള്ള സ്പോർ ആണ്. സൈഗോസ്പോർ അല്ല ശ്രീദേവി. ബാക്ടീരിയയിലൊക്കെ കാണുന്നത് സിസ്റ്റം അല്ല. ആ ഒരു സ്പോറിന് ഒരു വാക്ക് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, 3 ലെയേർഡ് വോൾ ഉള്ള ഒരു സ്പോർ. ബാക്ടീരിയയിൽ കാണുന്നത് സ്യൂഡോം അല്ല, എൻസിസ്റ്റേഷനും അല്ല, എൻഡോസ്പോർ. ഓക്കെ, ദിസ് ഇസ് കോൾഡ് എൻഡോസ്പോർ. നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ എല്ലാ സ്പോർസും പറഞ്ഞു, ഇത് മാത്രം പറഞ്ഞില്ല. എൻഡോസ്പോർ. ഓക്കെ, എൻഡോസ്പോർ ആണ് ആൻസർ. ഓക്കെ, ഇനി അടുത്തത് ഡയാപോസ് അറിയാലോ, സസ്പെൻഡഡ് ആനിമേഷൻ അല്ലേ, സസ്പെൻഡഡ് ഡെവലപ്മെന്റ്. നമ്മളിപ്പോ എക്സാമ്പിൾ പറഞ്ഞു, സൂ പ്ലാങ്ക്ടൺസ് ഒക്കെ കണ്ടു. ഇനി 71 ആ ഡയഗ്രാം ഓർമ്മയുണ്ട്. പ്ലാന്റ് ഗ്രോത്തിലും കണ്ടു ആ ഡയഗ്രാം, ഓർഗാനിസംസ് ആൻഡ് പോപ്പുലേഷനിലും ആ ഡയഗ്രാം ഉണ്ട്. അപ്പൊ എന്താണ് ബിയും സിയും? വാട്ട് ഇസ് ബി ആൻഡ് വാട്ട് ഇസ് സി? കറക്റ്റ് ഓപ്ഷൻ ഏതാണ്? 71 കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ഏതാണ്? ബി എന്താണ്? എക്സ്പോണൻഷ്യൽ ആണ് അല്ലെ. സി ലോജിസ്റ്റിക് ആണ്. അപ്പൊ ഏതാണ് ഓപ്ഷൻ? എ ക്യാരിയിങ് കപ്പാസിറ്റി. അപ്പൊ ഡി ആണ് ആൻസർ. ഡി, റൈറ്റ്. എ ഇസ് ദി ക്യാരിയിങ് കപ്പാസിറ്റി. കെ. ഇനി which of the following has the largest species variety in India? In India, okay. C, rice. Okay. 53 cattle ranches are known to cause acute greenhouse effect. This is due to, ഇത് നമ്മൾ SCP സിംഗിൾ സെൽ പ്രോട്ടീനിൽ നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഹൈലി പൊല്യൂട്ടിംഗ് ആണ്. അപ്പൊ മൈക്രോ ഓർഗാനിസത്തിനെ വളർത്തി കഴിഞ്ഞാൽ പൊല്യൂഷൻ റേറ്റ് കുറയ്ക്കാന്നൊക്കെ പറഞ്ഞ് 73 എന്തായിരിക്കും? മെത്തനോജനിക് ബാക്ടീരിയ, മീത്തേൻ പ്രൊഡ്യൂസിംഗ് ആണ്. ഗ്രീൻ ഹൗസ് ഗ്യാസ് ആണ് മീത്തേൻ. ഓക്കെ, ദാറ്റ്സ് റൈറ്റ്. ഓക്കെ, അലൻ, ഗ്രേസ്, ഐശ്വര്യ, ഗുഡ്. ഓക്കെ, ഇനി അടുത്തത് സെലക്ട് ദി കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് സെലക്ട് ചെയ്യുക. 74. ഇത് CPCB അല്ലെ, സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് പ്രകാരം ഒരു വാല്യൂ ഉണ്ട്. അതേതാണ്? 74. ഏതാണ് ആൻസർ? സി അല്ലെ. പാർട്ടിക്കുലേറ്റ് മാറ്റർ ഓഫ് സൈസ് ലെസ് ദാൻ 2.5 micrometers penetrate deep into the lungs. CPCB, Central Pollution Control Board. Okay, ഇനി അടുത്തത് India is one of the 12 mega diversity countries with dash of genetic resources of the world. ഇതാ പൈ ഡയഗ്രത്തിന്റെ തൊട്ട് അടുത്ത് കൊടുത്തേക്കണ ഒരു, തൊട്ട് താഴെ കൊടുത്തേക്കണ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലെ. ഏതാണ്? 8.1 അല്ലെ. 75D 8.1%. കറക്റ്റ് വാല്യൂസ് നോക്കി വെച്ചോളൂ കേട്ടോ. ഇനി which of the following is not an invasive species? ഇൻവേസീവ് സ്പീഷീസ് അല്ലാത്തത് ഏതാണ്? ഏതാ ആൻസർ? which is not an invasive species? excuse me. ലെലുംബോ അല്ലെ, ലോട്ടസ്. പാർത്തീനിയം ക്യാരറ്റ് ഗ്രാസ് ഇൻവേസീവ് ആണ്. ലന്റാന കമേറ കൊങ്ങിണിപ്പൂവ് ഇതാണ്. ഐക്കോർണിയ ക്രാസിപ്പസ് വാട്ടർ ഹയാസിന്ത് ഇൻവേസീവ് ആണ്. ഇനി 77. A large quantity of urban sewage is drained into a nearby river. Which among the given conditions would happen after mixing sewage into water? ഇത് നമ്മുടെ നേരത്തെ ആ ചോദ്യത്തിനെ ബേസ് ചെയ്തിട്ടുള്ള ചോദ്യമാണ്. 77 സെയിം ആൻസർ ആണ് അല്ലെ. 77 വേഗം പറയാ ആൻസർ. ബി, ഡിസോൾവ് ഓക്സിജൻ കണ്ടന്റ് കുറയുന്നു. BOD കൂടും, ഡിസോൾവ് ഓക്സിജൻ കണ്ടന്റ് കുറയും. സെയിം ക്വസ്റ്റ്യൻ ആണ്. ഇനി 78. ഇത് കുറെ ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. അത് ഏതൊക്കെ ശരിയാണ്? കുറെ സ്റ്റേറ്റ്മെന്റ്സ് ശരിയാണ് അല്ലെ. ബി ആണ്. 1, 2 and 4. 1, 2 and 4 ശരിയാവാം. 1, 2 and 4 ശരിയാവാം, റൈറ്റ്. അപ്പൊ ബി. ഇനി which of the following is a secondary pollutant? സെക്കൻഡറി പൊല്യൂട്ടന്റ് ഈ ഗ്രൂപ്പിൽ ഏതാണ്? 78. സെക്കൻഡറി പൊല്യൂട്ടന്റ് എങ്ങനെയാ ഫോം ചെയ്യുക? ബൈ ദ റിയാക്ഷൻ ഓഫ് primary pollutants. Primary pollutants react ചെയ്തിട്ടാണ് secondary pollutants തരിക. And secondary pollutants are more harmful than primary pollutant അല്ലെ. ഇതിനെ എന്ത് വിളിക്കും?
ഈ ഇഫക്റ്റിനെ എന്ത് വിളിക്കും? What will you call that effect? Secondary pollutants primary pollutants നെക്കാളും toxic ആണ്. What will you call that effect? അറിയോ? ആ ഇഫക്റ്റിനെ എന്ത് വിളിക്കും? What is that, Grace? Synergism, right? Synergism. What is that? You were chatting with somebody else, Grace, was it? Okay. Yes, synergism എന്ന് വിളിക്കും. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇനി അടുത്തത് എന്താണ്? ഓക്കെ, അപ്പൊ പാൻ ആണ് ആൻസർ. പെറോക്സി അസൈൽ നൈട്രേറ്റ് അല്ലെ? പെറോക്സി അസൈൽ നൈട്രേറ്റ് is your answer. ഇനി 79, the total number of biodiversity hotspots in the world. Total number of biodiversity hotspots in the world 34, right? Textbook ഉള്ള നമ്പർ ആണ് നോക്കുക. Plants do not get benefit from 80. Plants do not get benefit from ഏതാണ്? ഡി, ഓസോൺ അല്ലെ? ഓസോൺ വെച്ചിട്ട് പ്രത്യേകിച്ച് യൂസ് ഒന്നും ഇല്ല. ഓക്കെ, ഇനി വിച്ച് ഓഫ് ദ ഫോളോയിങ് അസോസിയേഷൻസ് ഷോ മ്യൂച്വലിസം? മ്യൂച്വലിസം കാണിക്കുന്നത് അത് ടെക്സ്റ്റ് ബുക്കിൽ കറക്റ്റ് ആയിട്ട് ആ എക്സാമ്പിൾ ഉണ്ട്. ഫിഗും വാസ്പും അല്ലെ? ഓവി പൊസിഷൻ പഠിച്ചിട്ടുണ്ടാവും. പ്ലേസ് ഫോർ ലേയിങ് എഗ്സ്. ഇനി വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഇസ് നോട്ട് ട്രൂ? 82. ഏതാണ് ട്രൂ സ്റ്റേറ്റ്മെന്റ് അല്ലാത്തത്? വേഗം പറയാ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഇസ് നോട്ട് ട്രൂ? 82. ഡി അല്ലേ? ബയോഡൈവേഴ്സിറ്റി ഡിക്രീസസ് വിത്ത് ഇൻക്രീസിങ് ലാറ്റിറ്റ്യൂഡ്. ഇക്വേറ്ററിലാണ് മെയിൻ ആയിട്ടുള്ളത്. പോളാർ റീജൻസിലേക്ക് പോകുമ്പോൾ ബയോഡൈവേഴ്സിറ്റി കുറയുന്നു. ബയോഡൈവേഴ്സിറ്റി ഓഫ് ബ്രയോഫൈറ്റ്സ് ഗ്രേറ്റർ ദാൻ ആൻജിയോസ്പേംസ് ആണോ? അല്ല, ആൻജിയോസ്പേംസ് ആണ് ഇപ്പൊ ഡോമിനന്റ് ആയിട്ടുള്ള വെജിറ്റേഷൻ, റൈറ്റ്? അപ്പൊ ഡി ആണ് റോങ്. ഇനി അടുത്ത് നോക്കുക 83. Photochemical smog formed in congested metropolitan cities mainly consist of. ഇത് റിപ്പീറ്റ് ക്വസ്റ്റൻ ആണ്. 2014ലും റിപ്പീറ്റ് ചെയ്ത് ചോദിച്ച ചോദ്യമാണ്. 84C. Right, 84. Sorry, 83 ആണ്. 83A അല്ലേ? ഓക്കെ, 83A. ഓസോൺ ഉണ്ട്, പാൻ ഉണ്ട്, നൈട്രസ് ഓക്സൈഡ്സ്. നേരത്തെ ഉള്ള ചോദ്യം തന്നെ. ഇനി 84. One of the following is not responsible for biodiversity loss. ഏതാണ് ബയോഡൈവേഴ്സിറ്റി ലോസ് ഹെൽപ്പ് ചെയ്യാത്തത്? ഏലിയൻ സ്പീഷീസ് ഇൻവേഷൻ. 4 ഈവിൾ ക്വാഡ്രേറ്റ് നമ്മൾ പഠിച്ചു. Habitat loss and fragmentation, over exploitation, alien species invasion, co-extinction. അപ്പൊ ex situ conservation ആണ് ആൻസർ. Okay, match the following and select the correct option. Correct option select ചെയ്യുക. എംഫിസിമ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. എവിടെ? ബ്രീത്തിങ് ആൻഡ് എക്സ്ചേഞ്ചിൽ പഠിച്ചിട്ടുണ്ട്. ADA ഡെഫിഷ്യൻസി ബയോടെക്നോളജി ആപ്ലിക്കേഷൻസിൽ പഠിച്ചിട്ടുണ്ട്. യൂട്രോഫിക്കേഷൻ, ബയോമാഗ്നിഫിക്കേഷൻ, എൻവയറമെന്റൽ ഇഷ്യൂസിൽ പഠിച്ചേക്കുന്നതാണ്. അപ്പൊ ഓപ്ഷൻ വേഗം പറയാ. ഓപ്ഷൻ ഏതാണ്? 85. ഓപ്ഷൻ ബി അല്ലേ? ഐഷ, മിൽട്ടോ, ആഷേഖ്. ഓപ്ഷൻ ബി. Alpha-1 antitrypsin. Alpha-1 antitrypsin is mainly used as to protect your lungs. Inflammation in the protect and use in a protein ആണ് alpha-1 antitrypsin. Okay, is this fine? In 86 നോക്കാം. 86 നിങ്ങൾക്ക് അറിയാവുന്നതാണ്. കമൻസാലിസം എന്താണ്? പാരസൈറ്റിസം എന്താണ്? മ്യൂച്വലിസം എന്താണ്? അമെൻസാലിസം എന്താണ്? വേഗം പറയാൻ ആൻസർ. 86. നമുക്ക് 90 വരെ ഡിസ്കസ് ചെയ്യാം. Okay, we'll discuss up to 90. 86. Which is your answer? C അല്ലേ? അലന് മാത്രം ആൻസർ കിട്ടിയുള്ളൂ. ബാക്കി എല്ലാവരും എന്താ? ഓക്കെ, C. ഓപ്ഷൻ C. 87. Most animals that live in deep oceanic waters are.
ഡീപ്പ് ആയിട്ടുള്ള ഓഷ്യാനിക് വാട്ടേഴ്സിൽ താമസിക്കുന്ന മൃഗങ്ങൾ എങ്ങനെയായിരിക്കും? എന്തായിരിക്കും? അപ്പൊ സൺലൈറ്റ് ഇല്ല എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. 87 സൺലൈറ്റ് ഇല്ല, വേസ്റ്റ് മെറ്റീരിയൽസ് ആ സെഡിമെന്ററി സാധനങ്ങൾ മാത്രമേ കഴിക്കാൻ പറ്റുള്ളൂ. റൈറ്റ്? ബി. യെസ് ആഷേഖ്, ബി ആണ് ആൻസർ. ഐഷ, അലൻ, ഐശ്വര്യ, നീനു, യെസ് ബി. ഡെട്രിറ്റിവോസ് ആയിരിക്കും മെയിൻ ആയിട്ട്. 88 which of the following statement is incorrect with reference to biodiversity? Identify it. ബയോഡൈവേഴ്സിറ്റി കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അതേതാ? വായിക്കാം. ഏതാണോ ആൻസർ? 88. We'll wind up with 90 questions. The rest of you do it by yourself. 88. വേഗം പറയാം ആൻസർ. 88th question. അവിടെ പോയി? ഐഷ ഡി ആണോ? അപ്പൊ എ വായിച്ചില്ലേ? ഫസ്റ്റ് ഓപ്ഷൻ വായിച്ചില്ലേ? എ അല്ല ആൻസർ. The areas with very few plant and animal species and no threatened species ആണോ ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട്? അല്ല. ഹൈ റേറ്റ് ഓഫ് എൻഡമിസം വേണം അല്ലെ? ത്രെട്ടൻഡ് ആയിട്ടുള്ള സ്പീഷീസ് ആണ്. ഹൈ ബയോഡൈവേഴ്സിറ്റി റിച്ച് ആയിട്ടുള്ള റീജൻസ് ആണ് ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട്. അപ്പൊ എ ആണ് തെറ്റ്. ഓക്കെ, ഇനി അടുത്തത് 89. One greenhouse gas contributes 14% of the total global warming and the other 6%. Identify the gases. ഞാൻ പറഞ്ഞു ആ പൈ ഡയഗ്രാം പഠിക്കാൻ പറഞ്ഞു. എല്ലാത്തിന്റെയും കോൺസെൻട്രേഷൻസ്. കാർബൺ ഡയോക്സൈഡ് എത്രയാ? കാർബൺ ഡയോക്സൈഡ് എത്ര പെർസെന്റേജാ? 60 അല്ലെ? 60%. പിന്നെ CFCs 14% ഉണ്ട്. നമ്മുടെ മീഥെയിൻ 20% ഉണ്ട് അല്ലെ? പിന്നുള്ളത് നൈട്രസ് ഓക്സൈഡ്സ് ഒക്കെ 6%. അപ്പൊ ഇവർ രണ്ടുപേരാണ് ആൻസർ. റൈറ്റ്? 89 ബി ആണ് ആൻസർ. CFCs nitrous oxides. Okay, last question for today. The water logging capacity of garden soil will be determined by measuring the weight of water holding capacity, water logging capacity. Okay, water ketti kedukkanulla capacity. Option B ആണ് ട്ടോ. Option B. ആ dry weight ഉം wet weight ഉം എടുത്തുള്ള ഡിഫറൻസ്. Is this okay? Field capacity എന്നുള്ളൊരു കോൺസെപ്റ്റ് പഠിച്ചിട്ടുണ്ടോ? ഫുൾ വെള്ളം ലോസ് ചെയ്തിട്ട് by gravitational force water will go down. Whatever water is remaining, you call it the field capacity of the soil. അല്ലേ? സോയിൽ മോയ്സ്ചർ ഫീൽഡ് കപ്പാസിറ്റിയെക്കാളും കൂടുമ്പോഴാണ് നമ്മൾ വാട്ടർ ലോഗിംഗ് എന്ന് വിളിക്കുക. സോയിൽ മോയ്സ്ചർ ഫീൽഡ് കപ്പാസിറ്റിയെക്കാളും എക്സീഡ് ചെയ്യുമ്പോൾ നമുക്ക് അതിനെ വാട്ടർ ലോഗിംഗ് എന്ന് വിളിക്കാം. അപ്പൊ ബി ആണ് ഓപ്ഷൻ. ഓക്കെ, ബാക്കിയുള്ള ചോദ്യങ്ങള് ഹോംവർക്ക് ആയിട്ട് വീട്ടിലിരുന്ന് ചെയ്യാൻ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. അപ്പൊ നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്താലോ? ഇന്നത്തെ ഇക്കോളജി നന്നായിട്ട് പഠിക്കുക, ടെക്സ്റ്റ് ബുക്ക് വായിക്കുക, ഫിഗേഴ്സ് നോക്കുക, ഡയഗ്രാംസ് നോക്കുക. ഓക്കെ, താങ്ക് യു ഡിയർ ചിൽഡ്രൻ. അടുത്ത ആഴ്ച കാണാം. താങ്ക് യു.